ഹലോ ഓൾ, വെൽക്കം ടു റൈസ് അപ്പ് ഐഎസ്. ഇന്ന് 2025 UPSC മെയിൻസിൻ്റെ എക്സാം കഴിഞ്ഞിരിക്കുകയാണ്. എക്സാമിനേഷൻ കഴിഞ്ഞ സമയത്ത് നമ്മൾ ഏകദേശം എല്ലാ വർഷം പോലെ കഴിഞ്ഞൊരു 4-5 വർഷത്തെ പാറ്റേൺ നോക്കുകയാണെന്നുണ്ടെങ്കിൽ UPSC ഏകദേശം അതേ പാറ്റേൺ തന്നെ റിപ്പീറ്റ് ചെയ്യുകയാണ് 2025 ചെയ്തിട്ടുള്ളത്. കാര്യമായിട്ടുള്ള വ്യത്യാസങ്ങളൊന്നും വരുത്തിയിട്ടില്ല. അപ്പോൾ 2025 പേപ്പറിൻ്റെ ഒരു ഡീറ്റെയിൽ അനാലിസിസ് ആണ് നമ്മൾ ഇന്ന് ചെയ്യാൻ പോകുന്നത്. അതിന് മുന്നോടിയായിട്ട് എങ്ങനെയാണ് കഴിഞ്ഞ ഒരു വർഷത്തെ ഒരു പേപ്പറോ അല്ലെങ്കിൽ പാസ്റ്റ് ഇയർ പേപ്പേഴ്സുമായിട്ട് പേപ്പർ എങ്ങനെയാണ് 2025 പേപ്പർ വ്യത്യസ്തമാവുന്നത്, അല്ലെങ്കിൽ അത് എങ്ങനെയാണ് അതേ സിമിലർ പാറ്റേൺ തന്നെ ഫോളോ ചെയ്യുന്നത് നമുക്ക് നോക്കാം. ഓക്കെ, ഒന്നാമത്തെ ഫാക്ടർ എന്ന് പറയുന്നത് വളരെ എക്സ്പെക്റ്റഡ് തന്നെയായിരുന്നു. കഴിഞ്ഞ 3-4-5 വർഷങ്ങളായിട്ട് UPSC അബ്സ്ട്രാക്ട് ടോപ്പിക് അല്ലെങ്കിൽ ഫിലോസഫിക്കൽ നേച്ചർ ആയിട്ടുള്ള ടോപ്പിക്സ് തന്നെയാണ് UPSC ചോദിച്ചുകൊണ്ടിരിക്കുന്നത്. ഏകദേശം 2020 മുതൽ അങ്ങനത്തെ ഒരു പാറ്റേൺ നമുക്ക് കാണാൻ പറ്റും. അതേ സെയിം പാറ്റേൺ തന്നെയാണ് UPSC 2025 വരുമ്പോഴും ഫോളോ ചെയ്തിട്ടുള്ളത്. ഇതിലൊരു വ്യത്യാസം നമുക്ക് മനസ്സിലാക്കാനുള്ളത് 2024-23 പേപ്പർ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ ഒരു സെക്ഷനിൽ അറ്റ്ലീസ്റ്റ് സെക്ഷൻ ബിയിൽ നിങ്ങൾക്ക് എന്ത് കാണാമായിരുന്നു? ജനറൽ സ്റ്റഡീസ് ഓറിയന്റഡ് ആയിട്ടുള്ള ചില ക്വസ്റ്റ്യൻസ് കാണാമായിരുന്നു. ഈ വർഷം എല്ലാ ക്വസ്റ്റ്യൻസും അബ്സ്ട്രാക്ട് ആൻഡ് ഫിലോസഫിക്കൽ നേച്ചറുള്ള ക്വസ്റ്റ്യൻസ് തന്നെയാണ് കൊടുത്തിട്ടുള്ളത്. റാദർ ദാൻ ജനറൽ സ്റ്റഡീസിലുള്ള ഒരു ക്വസ്റ്റ്യൻ പോലും കൊടുത്തിട്ടില്ല എന്നുള്ളതാണ്. അപ്പോൾ മോസ്റ്റ് ഓഫ് ദി എസ്സേസ് പൊതുവെ ആസ്പിറൻസിനെ സംബന്ധിച്ചോളം ആസ്പിറൻസ് പ്രിപ്പയർഡ് ആയിട്ട് പോയിട്ടിരുന്ന ഒരു ഏരിയ ആണ് അബ്സ്ട്രാക്ട് ടോപ്പിക് എന്ന് പറയുന്നത്. അപ്പോൾ പ്രിപ്പയർ ചെയ്ത ആസ്പിറൻസിനെ സംബന്ധിച്ചോളം വളരെ പ്രഡിക്റ്റബിൾ ആയിട്ടുള്ള ഒരു ക്വസ്റ്റ്യൻ പേപ്പർ ആയിരുന്നു എന്ന് തന്നെ വേണം പറയാൻ വേണ്ടിയിട്ട്. അതുകൊണ്ട് തന്നെ ഈ പേപ്പറിന്റെ ഡിഫിക്കൽട്ടി ലെവൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈസി ടു മോഡറേറ്റ് ആണെന്ന് നമുക്ക് കാണാൻ പറ്റും. അതിൽ ചില സെക്ഷനിൽ ഒരു ആയിരിക്കും കുട്ടികൾ കൂടുതൽ എഴുതിയിട്ടുണ്ടാവുന്ന അത് നമുക്ക് നോക്കാം. അതേപോലെ തന്നെ PYQ ആയിട്ടുള്ള ഓവർലാപ്പുകൾ നിങ്ങൾക്ക് കാണാൻ പറ്റും. കാരണം എല്ലാ വർഷവും UPSC ചോദിക്കുന്ന ഏരിയാസ് ആയിട്ടുള്ള ഇൻഡിവിജ്വലിസം ഓറിയന്റഡ് ആയിട്ടുള്ളത്, തോട്ട് പ്രോസസ്സുമായി ബന്ധപ്പെടുന്ന എസ്സേകൾ, അതുപോലെ തന്നെ എങ്ങനെയാണ് ഹാപ്പിനെസ് അല്ലെങ്കിൽ ജേർണി ഓഫ് ലൈഫ്, ഇത്തരത്തിലുള്ള ക്വസ്റ്റ്യൻസ് തന്നെ റിപ്പീറ്റഡ് ആയിട്ട് വീണ്ടും ഈ വർഷവും UPSC ചോദിച്ചിട്ടുണ്ട്. അതുപോലെ തന്നെ വേറൊരു കാര്യം നമുക്ക് നോക്കാനുള്ളത്, ഒരേ തീമിൽ നിന്നുള്ള 2-3 ക്വസ്റ്റ്യൻസ് UPSC സെയിം പേപ്പർ 2025 ഒരേ തീമിൽ ഇൻഡിവിജ്വലിസം, തോട്ട് പ്രോസസ് അല്ലെങ്കിൽ ഒരു സെൽഫ് റിഫ്ലക്ഷന്റെ ബേസ് ചെയ്ത് വരുന്ന ടോപ്പിക്കിൽ നിന്നുള്ള അതേ തീമിൽ നിന്നുള്ള ഒരു 3 ക്വസ്റ്റ്യൻസോളം UPSC 2025 പേപ്പറിൽ ചോദിച്ചിട്ടുണ്ട്. അപ്പം പൊതുവെ സെക്ഷൻ ബിയിലേക്ക് വരുന്ന സമയത്തേക്ക് കുട്ടികൾ ക്വസ്റ്റ്യൻസ് ചൂസ് ചെയ്യുന്ന സമയത്ത് ചിലപ്പം ഒരു കൺഫ്യൂഷൻ വന്നേക്കാം. എല്ലാം ഏകദേശം ഒരുപോലെ തന്നെയാണെന്നുള്ളൊരു ഫീല് നമുക്ക് കിട്ടാനുള്ള ചാൻസസ് ഉണ്ട്. അതേപോലെ തന്നെ ജനറൽ സ്റ്റഡീസിന്റെ എസ്സേ നമുക്ക് എന്തില്ല ഈ വർഷത്തെ പേപ്പറിലില്ല. അതിലുപരി ഈ വർഷം മറ്റൊരു മാറ്റം UPSC ഇമ്പോർട്ടന്റ് ആയി കൊണ്ടുവന്നത് എന്ന് പറയുന്നത് പേജുകളുടെ എണ്ണമാണ്. പൊതുവെ UPSCയുടെ പേപ്പറിൽ 12 മുതൽ 13 പേപ്പേഴ്സ് ആയിരിക്കും നമുക്ക് എഴുതാൻ വേണ്ടി ഉണ്ടാവുക. സ്വാഭാവികമായിട്ടും UPSC ആസ്പിറൻസ് പ്രിപ്പയർ ചെയ്യുന്ന സമയത്ത് 12-13 പേജിൽ എഴുതിയായിരിക്കും പ്രാക്ടീസ് ചെയ്തിട്ടും ഉണ്ടാവുക. പക്ഷെ ഈ തവണത്തെ എസ്സേയിൽ നമുക്ക് UPSC തന്നിട്ടുള്ളത് 16ഓളം പേപ്പറുകളാണ്. സോ 16 പേപ്പറുകൾ ചില സമയത്ത് ആസ്പിറൻസ് പെട്ടെന്ന് എന്ത് ചെയ്യാറില്ല, ചിലപ്പം നമ്പർ പേജ് എണ്ണാതെ എഴുതുന്ന സമയത്ത് ചില ആസ്പിറൻസിനെ സംബന്ധിച്ചോളം ഒരു ഡിസ്ട്രപ്ഷൻ അവസാനമായപ്പോഴേക്കും പേജുകൾ എത്ര എണ്ണം കൃത്യമായിട്ട് എണ്ണിയിട്ടില്ലാത്തത് കൊണ്ട് ഒരു മാനേജ്മെന്റിൽ ചിലപ്പോൾ പെട്ടെന്ന് ഒരു ആൻസൈറ്റി വന്നതായിട്ട് കുറച്ച് പേര് പറയുണ്ടായി. പക്ഷെ അതല്ല എന്നുണ്ടെങ്കിൽ 16 പേജ് തരുമ്പോൾ 16 പേജ് എഴുതാനുള്ള ടെൻഡൻസി ഉണ്ടാവുക എന്നുള്ള പ്രോബ്ലംസ് ഒക്കെ ഉണ്ടാവാറുണ്ട്. പക്ഷേ പതിവിന് വിപരീതമായിട്ട് 16 പേപ്പർ പേപ്പറിൽ ഒരു സെക്ഷൻ എഴുതാൻ വേണ്ടി, ഒരു എഴുതാൻ വേണ്ടി 16 പേജസ് കൊടുത്തു എന്നുള്ളതാണ്, പേപ്പറല്ല പേജസ് കൊടുത്തു എന്നുള്ളതാണ്. പക്ഷെ വേർഡ്സ് എന്ത് തന്നെയാണ്, 1200 വേർഡ്സ് തന്നെയാണ് UPSC പറഞ്ഞിട്ടുള്ളത്. അപ്പം പേപ്പറിന്റെ എണ്ണം എന്ത് ചെയ്തിട്ടുണ്ട്, കൂടിയിട്ടുണ്ട് എന്നുള്ളതാണ് ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള, അല്ലെങ്കിൽ പേജിന്റെ എണ്ണം കൂടിയിട്ടുണ്ടെന്നാണ് ഇമ്പോർട്ടന്റ് ആയ ഫാക്ടർ. ഇനി നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് ജസ്റ്റ് ഒന്ന് പരിചയപ്പെടാം. സോ ക്വസ്റ്റ്യൻസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ സെക്ഷൻ എയിൽ ചോദിച്ചിട്ടുള്ള ക്വസ്റ്റ്യൻസ്, ഒന്നാമത്തെ ക്വസ്റ്റ്യൻ ട്രൂത്ത് നോസ് നോ കളർ. നോളജുമായിട്ട് വരുന്ന അല്ലെങ്കിൽ ട്രൂത്തുമായിട്ട് റിയാലിറ്റിയുമായി ബന്ധപ്പെട്ട് ഇന്നത്തെ പ്രസന്റ് സൊസൈറ്റിയിൽ വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ടോപ്പിക്കാണ്. അതുപോലെ തന്നെ വളരെ രസകരമായിട്ടുള്ള ഒരു ടോപ്പിക്കാണ് ദ സുപ്രീം ആർട്ട് ഓഫ് വാർ ഈസ് ടു സബ്ഡ്യൂ ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ്. ഇന്നത്തെ പ്രസന്റ് സൊസൈറ്റിയിൽ കറന്റ് കോണ്ടെക്സ്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഏറ്റവും ഇമ്പോർട്ടൻ്റ് ആയിട്ട് കോണ്ടെക്സ്റ്റുവൽ ആയിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്നതും നിങ്ങൾ പഠിച്ചിട്ടുള്ള IRന്റെ കണ്ടന്റും GSTന്റെ കണ്ടന്റും വെച്ച് എഴുതാൻ പറ്റുന്ന ഒരു ടോപ്പിക്കാണ് ദ സുപ്രീം ആർട്ട് ഓഫ് വാർ ഈസ് സബ്ഡ്യൂ ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ് എന്നുള്ളത്. ആൻഡ് മൂന്നാമത്തെ എസ്സേ വരുന്നത് തോട്ട് ഫൈൻഡ്സ് എ വേൾഡ് ആൻഡ് ക്രിയേറ്റ് വൺ ഓൾസോ എന്നുള്ളതാണ്. ഇത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ തോട്ട് ബേസ്ഡ് ആയിട്ടുള്ള, തിങ്കിങ് ബേസ്ഡ് ആയിട്ടുള്ള എസ്സേസ് ആണ്. ഇത് UPSC റിക്കറിംഗ് ആയിട്ട് എല്ലാ വർഷവും ചോദിക്കുന്ന ഒരു ക്വസ്റ്റൻ ആണ്. അതേപോലെ തന്നെ ദ ബെസ്റ്റ് ലെസൺസ് ആർ ലേൺ ത്രൂ ബിറ്റർ എക്സ്പീരിയൻസ്. ഇതും PYQല് ഇതിന്റെ ഡിഫറെന്റ് വേർഡിങ്സിൽ എന്ത് ചെയ്തിട്ടുണ്ട്, UPSC ചോദിച്ചിട്ടുണ്ട്. സെക്ഷൻ ബിയിലേക്ക് വരുമ്പം മഡി വാട്ടർ ഈസ് ദ ബെസ്റ്റ് ക്ലിയർഡ് ബൈ ലിവിംഗ് ഇറ്റ് അലോൺ ആൻഡ് ദ ഇയേഴ്സ് ടീച്ച് ആൻഡ് മച്ച് ദ ഡേയ്സ് നെവർ നോൺ. അതേപോലെ തന്നെ ദ ബെസ്റ്റ് ടു സീ ലൈഫ് ആസ് എ ജേർണി ആൻഡ് നോട്ട് ആസ് എ ഡെസ്റ്റിനേഷൻ. ഇതിലെല്ലാം ഏകദേശം സിമിലർ കണ്ടന്റ് നിങ്ങൾക്ക് വരുന്ന പോലെ കാണാൻ പറ്റും.
ഒന്നാമത്തെ കാര്യം, ഈ നാലാമത്തെ എസ്സേയിൽ എഴുതുന്ന ഏകദേശം അതേ കണ്ടന്റ് തന്നെ എവിടെയും നമുക്ക് എഴുതാൻ പറ്റും. ഈ അഞ്ചാമത്തേലും ആറാമത്തേലും ഏഴാമത്തേലും വരുന്ന എസ്സേയിൽ എഴുതാനും പറ്റും. അതുപോലെ തന്നെ അഞ്ചാമത്തെയും ആറാമത്തെയും എസ്സേന്റെ ടോപ്പിക് എന്ന് പറയുന്നത് ക്ലോസ്ലി റിലേറ്റഡ് ആണ്. അതായത് ഫിഫ്ത്തിന്റെയും സിക്സ്ത്തിന്റെയും കണ്ടന്റ് ഏകദേശം സിമിലർ തന്നെയായിരിക്കും. അതുപോലെ ഫിഫ്ത്ത്, സിക്സ്ത്, സെവൻത്തിന്റെ കണ്ടന്റും സിമിലർ കണ്ടന്റ് തന്നെ വെച്ചിട്ട് നമുക്ക് ഈ 3 എസ്സേ എഴുതാൻ പറ്റും. അപ്പൊ ഈ ഒരു എസ്സേന്റെ ഏരിയയിൽ നോളജ് ഇല്ലാത്ത, അല്ലെങ്കിൽ ഈ ഒരു എസ്സേന്റെ ഇതിൽ കംഫർട്ടബിൾ അല്ലാത്ത ആളുകൾക്ക് പിന്നെ ഒരു ഓപ്ഷൻ മാത്രമേ ലെഫ്റ്റ് ആയിട്ട് നിൽക്കുന്നുള്ളൂ എന്നുള്ളതാണ്. ഇതിന്റെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പോൾ ചെറിയൊരു ഡിഫിക്കൽട്ടി ചിലപ്പോൾ ഫീൽ ചെയ്തേക്കാം. കാരണം ഇതെല്ലാം സിമിലർ ടോപ്പിക് ആയതുകൊണ്ട് സിമിലർ കണ്ടന്റ് ആണ് ഡിമാൻഡ് ചെയ്യുന്നത്. ടോപ്പിക്കിനനുസരിച്ച് എന്ത് ചെയ്യണം, നിങ്ങൾ ആ കണ്ടന്റിനെ ട്വീക്ക് ചെയ്ത് ആൻസറിലേക്ക് എഴുതണം എന്നുള്ള ഡിമാൻഡാണ് ഇവിടെ വരുന്നത്. ഇവിടെ എട്ടാമത്തെ എസ്സേ വരുന്നത് ദ കണ്ടന്റ്മെന്റ് ഈസ് നാച്ചുറൽ വെൽത്ത് ആൻഡ് ലക്ഷറി ഈസ് ആർട്ടിഫിഷ്യൽ പോവർട്ടി എന്നാണ്. എഗെയിൻ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ടോപ്പിക്കാണ്. സോ ഇന്നത്തെ എസ്സേന്റെ ഓരോ ടോപ്പിക്കിന്റെയും വളരെ ഡീറ്റെയിൽ ആയിട്ടുള്ള ഒരു അനാലിസിസ് ആണ് നമ്മൾ നോക്കുന്നത്. ജസ്റ്റ് ആ ഒരു ടോപ്പിക്കിൽ എന്തൊക്കെ കണ്ടന്റ് നിങ്ങൾക്ക് എഴുതാം എന്നുള്ളതാണ്, അല്ലെങ്കിൽ ആ എസ്സേയുടെ മീനിങ് എന്താ എന്നുള്ളതാണ് നമുക്ക് നോക്കാം. ദ ഫസ്റ്റ് എസ്സേ എന്ന് പറയുന്നത് ട്രൂത്ത് നോസ് നോ കളർ എന്നുള്ളതാണ് അല്ലേ. അപ്പൊ നമുക്കറിയാം ഇതിന്റെ അർത്ഥം എന്താണ് പറയുന്നത്. ഇത് ഒരു വളരെ ഫേമസ് ആയിട്ട് റാൾഫ് വില്ലി എന്ന് പറയുന്ന ഒരാളുടെ കോട്ടാണ്. സോ ഇത് ഈ പർട്ടിക്കുലർ എസ്സേയിൽ പറയുന്നത് ട്രൂത്ത് എന്ന് പറയുന്നത്, അല്ലെങ്കിൽ സത്യം എന്ന് പറയുന്നതിന് കളർ ഇല്ല എന്നുള്ളതാണ്. സോ എന്തുകൊണ്ടായിരിക്കും അങ്ങനെ പറയാൻ കാരണം? ഈ റാൾഫ് വില്ലി ഈ കോട്ട് പറയാനുള്ള കാരണം വിത്ത് റെസ്പെക്ട് ടു റേഷ്യൽ ഡിസ്ക്രിമിനേഷനുമായി ബന്ധപ്പെട്ടിട്ടാണ്. അതായത് ട്രൂത്ത് എന്ന് പറയുന്നത്, സത്യം എന്ന് പറയുന്നത് നോർത്ത് അമേരിക്കയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ അമേരിക്കയിലോ യൂറോപ്യൻ സൊസൈറ്റിയിലോ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ബ്ലാക്കിനും വൈറ്റിനും 2 ട്രൂത്ത് ആയിരുന്നു. ബ്ലാക്കിനെ സംബന്ധിച്ചോളം ലിബർട്ടി ഇല്ല, വൈറ്റിന് ലിബർട്ടി ഉണ്ട്. സോ കോൺസ്റ്റിറ്റ്യൂഷനിൽ അന്നത്തെ കാലത്ത് ട്രൂത്ത് എന്ന് പറയുന്നത് ബ്ലാക്സിന് വേറൊന്നും വൈറ്റിന് വേറൊന്നും ആയിരുന്നു. പക്ഷെ അതിനൊരു റെസ്പോൺസ് ആയിട്ട്, അതിനൊരു പ്രൊട്ടസ്റ്റ് ആയിട്ട് വന്നുള്ള കോട്ടാണ് ദ ട്രൂത്ത് നോസ് നോ കളർ. അതിന്റെ അർത്ഥം എന്താണ്? ട്രൂത്ത് എന്ന് പറയുന്നത് ഇറസ്പെക്റ്റീവ് ഓഫ് സബ്ജക്റ്റീവ് ഡിഫറൻസസ്, ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ്? യൂണിവേഴ്സലാണ്. ട്രൂത്ത് എല്ലാവർക്കും ഒരുപോലെയാണ് എന്നുള്ളതാണ് പറയുന്നത്. ദാറ്റ് ഈസ് ട്രൂത്തിന്റെ ഐഡിയോളജി തന്നെ എന്താണ്? ട്രൂത്ത് ഒരു യൂണിവേഴ്സൽ ആണ്. ട്രൂത്തിന് എന്തില്ല? ഡിസ്ക്രിമിനേഷൻ ഇല്ല. ട്രൂത്ത് ഇമ്പാർഷ്യൽ ആണ്. പുവറിനും റിച്ചിനും ട്രൂത്ത് ഒന്ന് തന്നെ ആയിരിക്കണം. ബ്ലാക്കിനും വൈറ്റിനും ട്രൂത്ത് ഒന്ന് തന്നെ ആയിരിക്കണം. വുമണിനും മെന്നിനും ട്രാൻസ്ജെൻഡറിനും ട്രൂത്ത് ഒന്ന് തന്നെ ആയിരിക്കണം. ഡെവലപ്ഡ് കൺട്രിക്കും ഡെവലപ്പിംഗ് കൺട്രിക്കും ട്രൂത്ത് ഒന്ന് തന്നെ ആയിരിക്കണം. ട്രൂത്ത് എന്താണ്? ഇമ്പാർഷ്യൽ ആണ്. ട്രൂത്ത് എന്താണ്? ബിയോണ്ട് ഡിവിഷൻസ് ആണ്. ഹൂ ക്രിയേറ്റഡ് ദിസ് ഡിവിഷൻസ് എന്നുള്ളതാണ് എസ്സേയിൽ ഇൻക്ലൂഡ് ചോദിക്കുന്നുണ്ട് അല്ലേ. അതിന്റെ അർത്ഥം എന്താണ്? ഈ ട്രൂത്ത് നമ്മൾ ഉണ്ടാക്കിയ ഡിവിഷൻസിന് അപ്പുറമാണ്. എല്ലാവർക്കും ട്രൂത്ത് എന്താണ്? ഒരുപോലെയാണെന്നാണ് എസ്സേ പറയുന്നത്. അതായത് ഈ ഡിവിഷൻസ് ക്രിയേറ്റ് ചെയ്തിരിക്കുന്ന, ഫോർ എക്സാമ്പിൾ കാസ്റ്റ് പോലെയുള്ള ഡിവിഷൻസ്, അതുപോലെ തന്നെ നമുക്ക് കാണാൻ പറ്റും റേസ്, റിലീജിയൻ, ഐഡിയോളജി, നാഷണാലിറ്റി, ഇതൊക്കെ എന്താണ്? ട്രൂത്ത് ഇതിന്റെ ബേസ് ചെയ്ത് ഈ പ്രസന്റിലൂടെ ട്രൂത്ത് നോക്കുമ്പോൾ നമുക്ക് പ്രെജുഡൈസ്ഡും സ്റ്റീരിയോ ടൈപ്പുമാണ് കാണാൻ പറ്റുന്നത്. അപ്പം അത്തരത്തിലല്ല ട്രൂത്ത് എന്നുള്ളതാണ് ഈ ടോപ്പിക്കിന്റെ എസ്സേയിൽ ഈ ടോപ്പ് പറയുന്നത്. സോ ഇവിടെ ഐഡിയ എന്ന് പറയുന്നത് ദ മെയിൻ ഡിബേറ്റ് ഓഫ് ദ ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ്? ഒബ്ജക്ടിവിറ്റി ഓഫ് ട്രൂത്ത്. നമുക്ക് വേണമെങ്കിൽ ടോപ്പിനെ ഇങ്ങനെ മാറ്റാം. ഒബ്ജക്ടിവിറ്റി ഓഫ് ട്രൂത്ത് വേഴ്സസ് സബ്ജക്ടിവിറ്റി ഓഫ് ട്രൂത്ത് എന്നുള്ളതാണ്. അതായത് നമുക്ക് ട്രൂത്ത് എന്താണ്? ഒബ്ജക്ടിവിറ്റി എന്ന് പറയുന്നത് എന്താണ്? ട്രൂത്ത് എല്ലാവർക്കും സിമിലർ ആണ്, സെയിം ആണ്. പക്ഷെ സബ്ജക്ടിവിറ്റി എന്താണ്? ദാറ്റ് ഈസ് ദ കൗണ്ടർ ആർഗ്യുമെന്റ്. ഓക്കെ, കൗണ്ടർ ആർഗ്യുമെന്റ് എന്താണ്? ട്രൂത്ത് എന്ന് പറയുന്നത് പ്ലൂറലിസ്റ്റിക് ആണ്. ട്രൂത്ത് എന്ന് പറയുന്നത് ഒന്നല്ല, ഡിഫറെന്റ് ആയിട്ടുള്ള പ്ലൂറലിസ്റ്റിക് ആണ്. പല ആളുകൾക്കും ട്രൂത്ത് പലതാണ് എന്നുള്ളതാണ് പ്ലൂറലിസ്റ്റിക് വ്യൂ ഓഫ് ട്രൂത്ത് എന്ന് പറയുന്നത്. സോ ദ എസ്സേന്റെ കോർ ആർഗ്യുമെന്റ് പറയുന്നത് ട്രൂത്ത് എന്ന് പറയുന്നത് ഒബ്ജക്റ്റീവ് ആണ് എന്നുള്ളതാണ്. ഇത് കൗണ്ടർ ആർഗ്യുമെന്റിലേക്ക് നമുക്ക് എടുക്കാൻ പറ്റുന്ന സബ്ജക്ട് ഇതാണ്. ട്രൂത്ത് സബ്ജക്റ്റിവിറ്റി ആണ്. അപ്പൊ ഈ എസ്സേ എഴുതുന്ന ആളുകൾ ഇനിഷ്യലി എഴുതുമ്പോൾ നിങ്ങൾ എന്ത് ചെയ്യണം? ഇനിഷ്യലി എഴുതുന്ന ഒരു 70% ഓർ 60% എസ്സേ എന്ന് പറയുന്നത് ഇതിനെ ചുറ്റിപ്പറ്റിയായിരിക്കും. ട്രൂത്ത് ഈസ് ഒബ്ജക്റ്റീവ് ആണ്. ദാറ്റ് മീൻസ് ട്രൂത്ത് ഈസ് യൂണിവേഴ്സൽ ആണ്. ട്രൂത്ത് ഈസ് നോ എനി ഡിസ്ക്രിമിനേഷൻ എന്നുള്ളത് നമുക്ക് എഴുതാൻ പറ്റും. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ ഇതിന്റെ ആർഗ്യുമെന്റിൽ വരുന്ന നമുക്ക് ഡിബേറ്റ്സ് എന്തൊക്കെ വരാൻ പറ്റും, അല്ലെങ്കിൽ ഇതിന്റെ ആർഗ്യുമെന്റ് പാർട്ട്, ഫസ്റ്റ് പാർട്ട്, അതായത് ട്രൂത്ത് എന്ന് പറയുന്ന യൂണിവേഴ്സൽ ആണ്, ട്രൂത്ത് ഹാസ് നോ കളർ എന്ന് പറയുന്ന ആ ഒരു ആസ്പെക്റ്റിലേക്ക് നമുക്ക് ഫിലോസഫിക്കൽ ആംഗിളിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ, ഫിലോസഫിക്കൽ ഡയമെൻഷൻസിൽ നിന്ന് നിങ്ങൾക്ക് നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഒരുപാട് ഫിലോസഫീസ് ട്രൂത്തുമായി ബന്ധപ്പെട്ടതുണ്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇന്ത്യൻ ഫിലോസഫി തന്നെയാണ് സത്യമേവ ജയതേ. ട്രൂത്ത് എന്താണ്? അൾട്ടിമേറ്റ്ലി ഈവൻ പല സമയത്തും നമ്മൾ ട്രൂത്ത് മറച്ചു വെക്കാൻ ശ്രമിച്ചിട്ടുണ്ടെങ്കിലും ട്രൂത്ത് എന്ത് ചെയ്യും? പുറത്തോട്ട് വരും എന്നുള്ളതാണ്. അപ്പൊ അൾട്ടിമേറ്റ് വിന്നിങ് എന്ന് പറയുന്നത് ട്രൂത്തിന് തന്നെയാണ് എന്നാണ് നമ്മൾ ഇന്ത്യൻ ഫിലോസഫി പറയുന്നത്. അതല്ല എന്നുണ്ടെങ്കിൽ പ്ലേറ്റോ പറയുന്നത് ദ ഹയസ്റ്റ് വെർച്യു എന്ന് പറയുന്നത് നോളജ് അല്ലെങ്കിൽ ട്രൂത്തിനെ സീക്ക് ചെയ്യുക എന്നുള്ളതാണ്. ദ മോസ്റ്റ് ഹയസ്റ്റ് വെർച്യു ഓഫ് ഹ്യൂമൻ ബീങ് ഈസ് ദാറ്റ് ടു സീക്ക് ഫോർ ട്രൂത്ത് എന്നുള്ളതാണ്. അല്ലെങ്കിൽ ഗാന്ധിജി എന്ത് പറയുന്നത്? ഗാന്ധിജിന്റെ തന്നെ ഓൺ മൈ എക്സ്പെരിമെന്റ്സ് വിത്ത് ട്രൂത്ത് എന്നിലൂടെ ഗാന്ധി എന്താണ് കാണുന്നത്? ഫൈനലി ആ ബുക്കിൽ ഗാന്ധി ട്രൂത്തിനെ ഇക്വേറ്റ് ചെയ്യുന്നത് ഗോഡുമായിട്ടാണ്.
സോ ഇത്തരത്തിലുള്ള ഗാന്ധിയുടെ യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾസ് അല്ലെങ്കിൽ നമുക്ക് ഗാന്ധിന്റെ വ്യൂ പോയിന്റ്സ് ഒക്കെ ഇവിടെ എഴുതാൻ പറ്റും. ഓക്കെ, സോ ഫിലോസഫിക്കൽ ആംഗിളിൽ ട്രൂത്തിനെ നമ്മൾ എങ്ങനെയാണ് കാണുന്നത്, ട്രൂത്ത് ഒരു യൂണിവേഴ്സൽ ആയിട്ടാണ് കാണുന്നത് എന്ന് പറഞ്ഞ് നമുക്ക് ഇവിടെ ആർഗ്യുമെന്റ് തുടങ്ങാൻ പറ്റും. അപ്പോൾ ഫിലോസഫിക്കലി നമ്മൾ ട്രഡീഷണലി നോക്കുവാണെങ്കിൽ ഇത്രയും തിങ്കേഴ്സ് ഒക്കെ എന്താണ് പറഞ്ഞിട്ടുള്ളത്, ട്രൂത്ത് ഒരു യൂണിവേഴ്സൽ ആണ്, ട്രൂത്ത് എല്ലാവർക്കും ഒരുപോലെയാണ്, ട്രൂത്തിന് എന്തില്ല, വ്യത്യസ്തതകളില്ല, എനിക്കൊരു ട്രൂത്തും നിങ്ങൾക്കൊരു ട്രൂത്തും അല്ല, നമുക്ക് രണ്ടുപേർക്കും ഒരു ട്രൂത്ത് മാത്രമേ ഉള്ളൂ, സത്യം എന്ന് പറയുന്നത് ഒരു എണ്ണമാണ്, അത് യൂണിവേഴ്സൽ ആണ്, അത് എല്ലാവർക്കും ഒരുപോലെയാണ്. ഫോർ എക്സാമ്പിൾ ഇക്വാലിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ട്രൂത്ത് ആണ്. അവിടെ എന്തില്ല, എനിക്കൊരു ഇന്ത്യയിലൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ല, അല്ലെങ്കിൽ ഒരു ഫ്രാൻസിലൊരു ഡിസ്ക്രിമിനേഷൻ ഇല്ല, മറ്റ് സൊസൈറ്റികളിൽ തമ്മിൽ ഒരു ഡിസ്ക്രിമിനേഷൻ ഇല്ലാത്ത രീതിയിലേക്ക് ട്രൂത്ത് വരിക എന്നുള്ളതാണ്. ഇനി സോഷ്യൽ പൊളിറ്റിക്കൽ പെർസ്പെക്റ്റീവ്സ് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ എന്താണ് ട്രൂത്ത് എന്ന് പറയുന്നത്, എന്താണ്, നോട്ട് കൺഫേം ടു റേസ് അല്ലെങ്കിൽ അതുപോലെ തന്നെ കാസ്റ്റിസം അല്ലെങ്കിൽ ഹൈറാർക്കിക്കൽ എസ്റ്റേറ്റ് സിസ്റ്റം. ട്രഡീഷണലി നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇന്ത്യയിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ലാംഗ്വേജിന്റെ പേരിലുള്ള ഡിവൈഡ്, ഫോർ എക്സാമ്പിൾ, അല്ലെങ്കിൽ റിലീജിയസിന്റെ പേരിലുള്ള ഡിവൈഡ്. ഇപ്പം നമ്മൾക്ക് ഇപ്പം മൂവ്മെന്റ് ഓഫ് ഇപ്പൊ ഡ്രസ്സ് അല്ലെങ്കിൽ വസ്ത്രം ധരിക്കാനുള്ള സ്വാതന്ത്ര്യം പല ആളുകൾക്കും എന്ത് ചെയ്യുന്നുണ്ട്, പല രീതിയിൽ ഇന്ത്യയിൽ എന്തെന്ന് റിലീജിയന്റെ പേരിൽ അതിനകത്ത് ഡിസ്ക്രിമിനേഷൻ നമുക്ക് കാണാൻ പറ്റും. ഹിജാബിനെതിരെയുള്ള പ്രൊട്ടസ്റ്റ്, ഇതിലൊക്കെ എന്താണ് ട്രൂത്ത്, ഇവിടെയൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, ട്രൂത്ത് രണ്ട് തരത്തിലുണ്ട്. ബട്ട് ആക്ച്വലി വാട്ട് ഈസ് ദ റിയൽ ട്രൂത്ത്, അതൊന്ന് മാത്രമേ ഉള്ളൂ. അതെന്താന്ന് പറയുന്നത് റൈറ്റ് ടു ഫ്രീഡം എന്നുള്ളതാണ്, അല്ലെ? സോ ആ ട്രൂത്ത് എന്ന് പറയുന്നത് എന്താണ്, യൂണിവേഴ്സൽ ആണ്. അതേപോലെ തന്നെ ഇനി നമ്മൾ സയൻസിന്റെ കാര്യത്തിലേക്ക് നിങ്ങൾ നോക്കിക്കേ. സയൻസിൽ നിങ്ങൾ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ സയൻസിന്റെ ഏറ്റവും വലിയ പ്രത്യേകത സയന്റിഫിക് ലോസ് ആർ യൂണിവേഴ്സൽ എന്നുള്ളതാണ്. അതായത് സയൻസിൽ ഫോർ എക്സാമ്പിൾ നമ്മളിപ്പം ഇവിടെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റിയെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഗ്രാവിറ്റി എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ പ്രിൻസിപ്പിൾ ആണ്. ഈ തിയറി എവിടെ ആപ്ലിക്കബിൾ ആണ്, ഇന്ത്യയിൽ ആപ്ലിക്കബിൾ ആണ്, അതേപോലെ തന്നെ അത് ചിലപ്പോൾ US ആപ്ലിക്കബിൾ ആണ്, ആഫ്രിക്കയിൽ ആപ്ലിക്കബിൾ ആണ്. ട്രൂത്ത് എന്താണ്, യൂണിവേഴ്സൽ ആണ്. സയന്റിഫിക് പ്രിൻസിപ്പിൾസിനെ നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? ഫോർ എക്സാമ്പിൾ നമ്മളൊരു സ്റ്റഡി നടത്തുന്നു, സയൻസ് സ്റ്റഡി നടത്തുന്ന സമയത്ത് നമ്മൾ എങ്ങനെയാണ് അപ്രോച്ച് ചെയ്യുന്നത്? നമ്മൾ അപ്രോച്ച് ചെയ്യുന്നത് വിത്തൗട്ട് ബയാസ്നെസ് അല്ലേ. നമുക്ക് അതിനകത്തൊരു ഫീലിംഗ് ഉണ്ടാവില്ല, ബയാസ്നെസ് ഉണ്ടാവില്ല. ഫോർ എക്സാമ്പിൾ നമ്മൾ ഒരു ലാബിൽ എക്സ്പെരിമെന്റ് നടത്തുമ്പോൾ നമ്മൾ ബയാസ്ഡ് ആയിട്ടല്ല, നമ്മൾ അതിന് ഓപ്പൺ ഹാർട്ടഡ്ലി അതിന്റെ എക്സാക്ട് ഔട്ട്കം എന്താണെന്നുള്ളത് നമ്മൾ ഒബ്സർവ് ചെയ്യുന്നത്. അതുപോലെ ആയിരിക്കണം നമ്മൾ എന്ത് ചെയ്യേണ്ടത്, ട്രൂത്തിനെ ഒബ്സർവ് ചെയ്യേണ്ടത് എന്നുള്ളതാണ് നമുക്കിവിടെ ഈ ഒരു പെർസ്പെക്റ്റീവിൽ എഴുതാം. സോ സെയിം സയന്റിഫിക് ആയിട്ടുള്ള എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് സയന്റിഫിക് പ്രിൻസിപ്പിൾസിൽ എങ്ങനെ എഴുതാം എന്നുള്ളതൊക്കെ പറയാം. അതേപോലെ തന്നെ പ്രസന്റ് സൊസൈറ്റിയിലേക്ക് ട്രൂത്തിന്റെ ഭാഗം നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ കണ്ടംപററി സൊസൈറ്റിയിൽ ഏറ്റവും ഇമ്പോർട്ടന്റ് പെർസ്പെക്റ്റീവ് ആണ് എന്തെന്ന് പറയുന്നത്, പ്രസന്റ് സൊസൈറ്റിയിലെ സോഷ്യൽ മീഡിയയിൽ ഫേക്ക് ന്യൂസസും മിസ് ഇൻഫർമേഷനും അതുപോലെ എക്കോ ചേംബർ എഫക്റ്റ് ഒക്കെ വരുന്ന സമയത്ത് എന്താണ് എക്കോ ചേംബർ എഫക്റ്റ് എന്ന് പറയുന്നത്? ഫോർ എക്സാമ്പിൾ നിങ്ങൾ ഒരു പർട്ടിക്കുലർ പൊളിറ്റിക്കൽ പാർട്ടിയിലാണ് ബിലീവ് ചെയ്യുന്നതെങ്കിൽ നിങ്ങൾ ആ പൊളിറ്റിക്കൽ പാർട്ടിന്റെ വീഡിയോസിൽ ലൈക്ക് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾക്ക് വരുന്നത് മൊത്തം എന്തായിരിക്കും, ഇതേ വീഡിയോ പൊളിറ്റിക്കൽ പാർട്ടിന്റെ വ്യൂ പോയിന്റ് തന്നെയായിരിക്കും. നമ്മൾ പൊതുവെ പറയും ക്യാപ്സൂൾ ഇറക്കിയെന്ന് പറയും, ഈ ക്യാപ്സൂളുകൾ തന്നെയായിരിക്കും നിങ്ങൾക്ക് പിന്നെ വരുന്നത്. സോ ഇവിടെ എന്താണ് എക്കോ ചേംബർ എഫക്റ്റ് നടക്കും. ട്രൂത്ത് എന്ത് ചെയ്യും, നിങ്ങൾ പറഞ്ഞ സാധനങ്ങൾ തന്നെ എന്ത് ചെയ്യും, പല ആളുകൾ ഇപ്പൊ BJP-ക്കാര് ഒരു വിഷയത്തിൽ വിശ്വസിക്കുന്ന ട്രൂത്തും CPM-കാര് വിശ്വസിക്കുന്ന ട്രൂത്തും കോൺഗ്രസ്സുകാര് വിശ്വസിക്കുന്ന ട്രൂത്തും മൂന്നെണ്ണം അല്ലേ? അപ്പൊ അതിന്റെ അർത്ഥം എന്താണ്, സോഷ്യൽ മീഡിയ ക്രിയേറ്റിംഗ് മൾട്ടിപ്പിൾ പെർസ്പെക്റ്റീവ് ഓഫ് ട്രൂത്ത് എന്നുള്ളതാണ്. അപ്പൊ ഇന്നത്തെ പ്രസന്റ് സൊസൈറ്റിയിൽ വാട്ട് ഈസ് മോർ റെലവെന്റ് എന്ന് പറയുന്നത് കറക്റ്റ് ഇൻഫർമേഷൻ എന്നുള്ളതാണ്. ഓക്കെ, ഗാന്ധിയുടെ തന്നെ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു കോട്ട് ഉണ്ട്, അതായത് വെൻ ദ ട്രൂത്ത് ടൈങ് ഇറ്റ്സ് ലേസ് അല്ലെങ്കിൽ വെൻ ദ ട്രൂത്ത് ഈസ് ടേക്കിംഗ് ഇറ്റ് സ്റ്റെപ്പ് എടുക്കുന്ന സമയത്ത് അല്ലെങ്കിൽ ചെരുപ്പിടുന്ന സമയത്ത് ഓൾറെഡി നൊണ എന്ന് പറയുന്നത്, ലൈ എന്ന് പറയുന്നത് എന്ത് ചെയ്യും, 1000 മൈൽസ് സഞ്ചരിച്ച് കഴിഞ്ഞിട്ടുണ്ടാവും. സോ ഇന്നത്തെ പ്രസന്റ് സൊസൈറ്റിയിൽ വെൻ ദർ ഇസ് മിസ് ഇൻഫർമേഷൻ സോഷ്യൽ മീഡിയയിലുള്ള സൊസൈറ്റിയിൽ ട്രൂത്ത് ഒരു എന്താവണം, കളേർഡ് ആവാൻ പാടില്ല. ട്രൂത്ത് കളേർഡ് അല്ലാതെ ട്രൂത്തിന് എന്ത് ചെയ്യാൻ പാടില്ല, ഡിഫറൻസസോ ഡിവിഷൻസോ ഉണ്ടാവാൻ പാടില്ല. ദർ ഷുഡ് ബി യൂണിവേഴ്സൽ ട്രൂത്ത് വരണം. അങ്ങനെ ഉണ്ടാവുമ്പം ഇപ്പൊ റീസെന്റ് എക്സാമ്പിൾസ് ഓഫ് മോബ് ലിഞ്ചിങ് പോലെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ടാവുന്ന കാര്യം എന്താണ്, ഫേക്ക് ന്യൂസസിന്റെ കാരണങ്ങൾ കൊണ്ടാണ്. ഇത്തരത്തിലുള്ള സിറ്റുവേഷൻസ് നമുക്ക് ഒഴിവാക്കാനും ട്രൂത്ത് യൂണിവേഴ്സൽ ആയിരിക്കണം നമുക്ക് പറയാം. അതേപോലെ തന്നെ നമ്മൾ പേഴ്സണൽ ഇന്റഗ്രിറ്റി പോലെയുള്ള കാര്യത്തിലേക്ക് നോക്കിയേ ഇപ്പം നമ്മളൊരു പെർസ്പെക്റ്റീവിലേക്ക് നോക്കുന്ന സമയത്ത് നമ്മൾ പേഴ്സണൽ ഇന്റഗ്രിറ്റിന്റെ ഭാഗം നോക്കുകയാണെങ്കിൽ ഇപ്പൊ ലീഡർഷിപ്പ് നമ്മൾ ട്രൂത്ത്ഫുൾ ആയിട്ട് ഒരു പെർസ്പെക്റ്റീവ് കൊടുക്കുക. അതുപോലെ നമ്മൾ ക്രെഡിബിലിറ്റിയെ നമ്മൾ ഇത് കൃത്യമായി കൊടുക്കണമെന്നുണ്ടെങ്കിൽ എന്ത് ചെയ്യണം, നമ്മൾ ഐഡന്റിറ്റീസ് കാര്യങ്ങളൊക്കെ ചെയ്യുന്ന സമയത്ത് ട്രൂത്തിനെ നമ്മൾ ഫോക്കസ് ചെയ്ത് കൊടുക്കണം എന്നുള്ളതാണ് വളരെ ഇമ്പോർട്ടന്റ് ആയ ഫാക്ടർ. ഓക്കെ, സോ എത്തിക്കൽ ഡയമെൻഷനിലൊക്കെ എന്താണ് യൂണിവേഴ്സൽ ട്രൂത്തിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റും. അപ്പൊ ഇത്രയും നമ്മൾ പറഞ്ഞു കഴിഞ്ഞാൽ നമ്മൾ ഇവിടെയൊക്കെ പറഞ്ഞത് ട്രൂത്ത് എന്തുകൊണ്ട് കളേർഡ് അല്ല അല്ലെങ്കിൽ ട്രൂത്ത് നോ കളർ എന്ന് പറയേണ്ടതിന്റെ ഇമ്പോർട്ടൻസും അതുപോലെ തന്നെ അതിന്റെ ഡയമെൻഷൻസും ആണ്. എന്തുകൊണ്ടാണ് അത് വരാനുള്ളത്, അതിന്റെ എക്സാമ്പിൾസ് വെച്ച് നമ്മൾ അതിനെ സപ്പോർട്ട് ചെയ്യുന്നു. രണ്ടാമത്തെ ആസ്പെക്ട് എന്ന് പറയുന്നത് ആഫ്റ്റർ ഒരു 60% ഓഫ് യുവർ എസ്സേ
യു ക്യാൻ കൗണ്ടർ ആർഗ്യൂ യുവർ എസ്സേ. ബിക്കോസ് ഒരു എസ്സേ ഫ്രൂട്ട്ഫുൾ ആവണം എന്നുണ്ടെങ്കിൽ ചില സമയത്ത് പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ടോപ്പിക്കിൽ ഇവിടെ സ്റ്റേറ്റ്മെന്റ്, ആർഗ്യുമെന്റ് സ്റ്റേറ്റ്മെന്റ് ചെക്ക് ചെയ്യണം എന്നുണ്ടെങ്കിൽ നമ്മളത് ഫാൾസിഫൈ ചെയ്യാൻ പറ്റുന്നുണ്ടോ എന്നുകൂടി നോക്കുന്നത് നല്ലതാണ്. അപ്പൊ അതൊരു പുതിയൊരു ഡയമെൻഷൻ കൂടി നിങ്ങൾ എസ്സേക്ക് കൊണ്ടുവരും. ഇപ്പൊ ഇവിടെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ട്രൂത്തിന്റെ കാര്യത്തിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ റിലേറ്റിവിസം ഓഫ് ട്രൂത്ത്, കൗണ്ടർ ആർഗ്യുമെന്റിൽ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂത്ത് ഫസ്റ്റ് പാർട്ടിൽ നമ്മൾ പറഞ്ഞു ട്രൂത്ത് ഒബ്ജക്റ്റീവ് ആണെന്ന് പറഞ്ഞു കേട്ടോ, ഒബ്ജക്റ്റിവിറ്റി പറഞ്ഞേ. പക്ഷെ സെക്കൻഡ് പാർട്ടിലേക്ക് വരുമ്പം നമ്മൾ ട്രൂത്തിനെ പറ്റി പറയുന്നത് സബ്ജക്റ്റിവിറ്റി ആണ്. അതായത് ട്രൂത്ത് എപ്പോഴും ഒബ്ജക്റ്റീവ് ആണോ? ആസ് വി ഓൾറെഡി സെഡ്, ട്രൂത്ത് പല ആളുകൾക്കും പലതല്ലേ. നമ്മൾ ജൈനീസ് ഫിലോസഫിയിൽ നോക്കിക്കഴിഞ്ഞു കഴിഞ്ഞാൽ അനേകാന്തവാദം എന്ന് പറയുന്ന ഒരു ഫിലോസഫി ഉണ്ട് അല്ലെ. അവിടെ എന്താ പറയുന്നത്? പല ആളുകളുടെയും എക്സ്പീരിയൻസിനനുസരിച്ച് ട്രൂത്ത് ഡിഫറെന്റ് ആണ്. അതുകൊണ്ട് തന്നെ ട്രൂത്തിനെ എന്തായിട്ട് കാണണം? അതൊരു പെർസെപ്ഷൻ ആയിട്ട് കാണണം. നമ്മൾ ബാക്കിയുള്ള ആളുകളുടെയും ട്രൂത്ത് കൂടി അംഗീകരിക്കണം. ട്രൂത്ത് എന്ന് പറയുന്നത് യൂണി ഡയമെൻഷനൽ അല്ല, ട്രൂത്ത് ഈസ് മൾട്ടി ഡയമെൻഷനൽ ആണെന്ന് പറയുന്നത്. ഒരു എക്സ്പെരിമെന്റ് ഉണ്ട് ഒരു പ്രൊഫസർ നടത്തിയിട്ടുള്ളത്. ഒരു ബോളിന്റെ ഒരു സൈഡിൽ കറുപ്പും ഒരു സൈഡിൽ വൈറ്റും അടിച്ചിട്ട് രണ്ട് സ്ഥലത്ത് നോക്കിയിട്ട് എന്താണ് ട്രൂത്ത് എന്ന് പറയുമ്പോൾ, അല്ലെ എന്താണ് ബോൾ എന്ന് പറയുമ്പോൾ ഒരാൾക്ക് അത് വൈറ്റും ഒരാൾക്ക് അത് ബ്ലാക്കും ആണ്. അപ്പം മറ്റേ ആളുടെ പെർസ്പെക്റ്റീവ് കാണാൻ പറ്റി കഴിഞ്ഞാൽ മാത്രമേ എക്സാക്ട്ലി എന്താണ് ട്രൂത്ത് എന്ന് മനസ്സിലാവുള്ളൂ. സോ ഈ ഒരു ഫിലോസഫിക്കൽ ആംഗിളിൽ നിന്ന് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ട്രൂത്ത് എന്ന് പറയുന്നത് റിലേറ്റീവ് ആണ്. ദർ ഈസ് എ റിലേറ്റിവിസം ഓഫ് ട്രൂത്ത്. ഓരോ ആളുകൾക്കും ട്രൂത്ത് ഡിഫറെന്റ് ആയിരിക്കും എന്ന് നമുക്ക് വേണമെങ്കിൽ എന്ത് ചെയ്യാം? കൗണ്ടർ ആർഗ്യൂ ചെയ്യാൻ പറ്റും. നിങ്ങൾ ആലോചിച്ച് നോക്കുകയാണെങ്കിൽ ഇപ്പം നമ്മൾ ആനിമൽ സാക്രിഫൈസസ് ചെയ്യുന്നു, ജെൻഡർ റോൾസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പല സൊസൈറ്റിയിലും പലതാ. ഇപ്പൊ ഇന്ത്യൻ സൊസൈറ്റിയിൽ പാട്രിയാർക്കിലാണ്. ഇന്ത്യൻ സൊസൈറ്റിയിൽ പാട്രിയാർക്കി എന്ന് പറയുന്നതാണ് ട്രൂത്ത്. പക്ഷേ ഒരു ഈഗാലിറ്റേറിയൻ സൊസൈറ്റിയിൽ ജെൻഡർ റോൾസ് ഈക്വൽ ആവുക എന്നുള്ളതാണ് ട്രൂത്ത്. പക്ഷെ ചില ട്രൈബൽ സൊസൈറ്റിയിൽ നമുക്ക് ഈവൻ മാട്രിയാർക്കി ആയിരിക്കും കൂടുതൽ ഡൊമിനന്റ് ആയിട്ട് വരിക. അവിടെ ട്രൂത്ത് എന്ന് പറയുന്ന വുമൺ ആയിരിക്കും കൂടുതൽ എബിലിറ്റി ഉള്ള ആള് എന്ന് അവർ വിശ്വസിക്കുന്നത്. സോ ഇവിടെ ട്രൂത്ത് ഡിപ്പെൻഡ്സ് ഓൺ യുവർ സോഷ്യോ എക്കണോമിക്കൽ കൾച്ചറൽ ബാക്ക്ഗ്രൗണ്ട്. അപ്പൊ നിങ്ങൾ എവിടുന്ന് വരുന്നു എന്നുള്ളതിനനുസരിച്ച് നിങ്ങളുടെ ട്രൂത്തിൽ എന്ത് വരുന്നു? വ്യത്യാസം വരുന്നു എന്നുള്ളതാണ് ഇവിടുത്തെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഫാക്ടർ. അപ്പൊ ട്രൂത്ത് എന്താണ് ഇവിടെ? യൂണിവേഴ്സൽ അല്ല, ട്രൂത്ത് കുറച്ചുകൂടി എന്താണ്? ട്രൂത്ത് റിലേറ്റീവ് ആണെന്ന് നമുക്ക് പറയാൻ പറ്റും. അതുപോലെ തന്നെ സബ്ജക്റ്റീവ് എക്സ്പീരിയൻസിന്റെ ട്രൂത്തിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റും. നിങ്ങൾക്ക് സബ്ജക്റ്റീവ് എക്സ്പീരിയൻസ് തന്നെ ഓരോരുത്തർക്കും എന്താണ് ഡിഫറെന്റ് പെർസ്പെക്റ്റീവ് ആയിരിക്കും നിങ്ങളുടെ ലൈഫിൽ ഉണ്ടാവുക. അതായത് ഞാൻ കടന്നു പോകുന്നതും നിങ്ങൾ കടന്നു പോകുന്നതിന്റെയും എക്സ്പീരിയൻസ് വ്യത്യാസം വരുമ്പം ട്രൂത്തും അതിനനുസരിച്ച് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? വ്യത്യാസമുണ്ട് എന്ന് പറയാൻ പറ്റും. ഇപ്പോൾ പേഴ്സണൽ ലൈഫിൽ ഉണ്ടാകുന്ന ഓരോ സിറ്റുവേഷനിലും നമുക്കത് കാണാൻ പറ്റും. ഇപ്പോൾ ഫോർ എക്സാമ്പിൾ നിങ്ങൾ എത്തിക്കൽ ഡിലമാസിന്റെ കാര്യം തന്നെ ആലോചിച്ച് നോക്കിക്കേ. ചില സൊസൈറ്റിയിൽ ഡെത്ത് പെനാൽറ്റി എന്ന് പറയുന്നത് വലിയൊരു ക്രൈമാണ്. ഡെത്ത് പെനാൽറ്റി ഓൾറെഡി പ്രൊഹിബിറ്റ് ചെയ്തു, അബോളിഷ് ചെയ്തു. പക്ഷെ ഇന്ത്യയിലൊക്കെ ഇപ്പോഴും ഡെത്ത് പെനാൽറ്റി ഉണ്ട്. അല്ലെങ്കിൽ ചില സൊസൈറ്റിയിൽ യുത്തനേഷ്യ ഈസ് കൈൻഡ് ഓഫ് എ റൈറ്റ്. പക്ഷെ ഇന്ത്യയിൽ യുത്തനേഷ്യ, അതായത് ആക്റ്റീവ് യുത്തനേഷ്യ എന്ന് പറയുന്ന ഒരു റൈറ്റ് ആയിട്ട് വരുന്നില്ല. സോ ഇത്തരത്തിലുള്ള ട്രൂത്തിലുള്ള ഡിഫറൻസസ് വരുന്നു. അല്ലെങ്കിൽ അബോർഷൻ എന്ന് പറയുന്നത് ഒരു വിഭാഗത്തിന്റെ ട്രൂത്ത് ആണ്, മറ്റൊരു വിഭാഗത്തിന് അതെന്താണ്? അതൊരു അൺട്രൂത്ത് ആണ്. അപ്പൊ അബോർഷൻ റൈറ്റ് എന്ന് പറയുന്ന ഒരു വിഭാഗം അംഗീകരിക്കുന്നു, ഒരു വിഭാഗം അംഗീകരിക്കുന്നില്ല. അപ്പൊ രണ്ടുപേരും ഇവിടെ ശരിയല്ലേ? അപ്പൊ ട്രൂത്ത് എന്ന് പറയുന്നത് കളേർഡ് അല്ല എന്ന് പറയാൻ പറ്റുമോ? ഇറ്റ് ഈസ് കളേർഡ് അല്ലേ? ഓരോ ട്രൂത്തിനും എന്താണ്? ഡിഫറെന്റ് ആയിട്ടുള്ള പെർസ്പെക്റ്റീവ്സ് ഉണ്ട്. വേണമെങ്കിൽ എനിക്ക് പറയാം, വി ക്യാൻ ഡിബേറ്റ് ഓൺ എന്റെ ട്രൂത്തും നിങ്ങളുടെ ട്രൂത്തും. മൈ ട്രൂത്ത് ആൻഡ് യുവർ ട്രൂത്ത് വിൽ ബി കംസ് ഇൻ എ കോൺഫ്ലിക്ട് പോലെയുള്ള സിറ്റുവേഷൻസ് വരുന്ന സിറ്റുവേഷൻസും ഉണ്ട് എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ കമന്റ് ചെയ്യാൻ പറ്റും. അതേപോലെ തന്നെ പെർസെപ്ഷൻ എന്ത് ചെയ്യുന്നു? ഷേപ്പ് ദ റിയാലിറ്റി. അതായത് നമ്മൾ എങ്ങനെയാണ് സൊസൈറ്റിയെ നോക്കിക്കാണുന്നത്. ഇപ്പം ഒരു ഡെമോക്രാറ്റിക് സൊസൈറ്റിയിൽ നമ്മൾ ഇൻഡിവിജ്വൽ ഫ്രീഡം ആണ് ട്രൂത്ത് എന്ന് വിചാരിക്കുന്നുണ്ടെങ്കിൽ, ഒരു അതോറിറ്റേറിയൻ സൊസൈറ്റിയിൽ നമ്മൾ കൂടുതൽ വിചാരിക്കുന്നത് ഇൻഡിവിജ്വൽ ഫ്രീഡത്തിലല്ല, കുറച്ചുകൂടി എന്താണ്? ട്രൂത്ത് എന്ന് പറയുന്നത് അതോറിറ്റേറിയത്തിൽ എന്താണ്? ഒബീഡിയൻസ് ആണ്. സോ ഇത്തരത്തിൽ ട്രൂത്ത് എന്ത് ചെയ്യുന്നുണ്ട്? വേരി ചെയ്യുന്നതായിട്ട് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, ഇത് നമ്മളൊരു കൗണ്ടർ ആർഗ്യുമെന്റ് ആണ്. പക്ഷെ കൺക്ലൂഷൻ ആർഗ്യുമെന്റിൽ വെക്കുമ്പോൾ നമുക്ക് എന്ത് പറയാൻ പറ്റും? ഹവർ ട്രൂത്ത് എന്ന് പറയുന്ന ഇത്രയും കാര്യങ്ങൾ, റിലേറ്റിവിസം ഇങ്ങനെയുള്ള സാധനങ്ങളൊക്കെ ഉണ്ട് എന്ന് പറയുന്നുണ്ടെങ്കിലും ഇതൊക്കെ എന്താണ്? പെർസെപ്ഷൻസ് ഓഫ് ട്രൂത്ത് ആണ് അല്ലെ. ഇപ്പൊ ബുദ്ധ എന്തിനാണ്? ബുദ്ധ ആക്ച്വലി നാട് വിട്ട് ഇറങ്ങിയത് ട്രൂത്ത് തേടിയുള്ള യാത്രയാണ് അല്ലെ. അതേപോലെ തന്നെ ട്രൂത്ത് എന്ന് പറയുന്ന പെർസെപ്ഷൻസ് ആണ്. ദീസ് ആർ ദ മൾട്ടിപ്പിൾ പെർസെപ്ഷൻ ഇൻ പോസ്റ്റ് മോഡേൺ സൊസൈറ്റി. ട്രൂത്ത് എന്ന് പറയുന്നത് എപ്പോഴും പ്ലൂറലിസ്റ്റിക് ആണെന്നാണ് പോസ്റ്റ് മോഡേൺ ഫിലോസഫേഴ്സ് പറയുന്നത്. അതിന്റെ അർത്ഥം എന്താണ്? എല്ലാവർക്കും പലതാണ് ട്രൂത്ത്. അപ്പം ആ ഒരു പെർസെപ്ഷൻ എന്ത് ചെയ്യുന്നുണ്ട്? എക്സിസ്റ്റ് ചെയ്യുന്നുണ്ടെങ്കിലും ട്രൂത്ത് എന്ന് പറയുന്നത് ആക്ച്വലി കളർലെസ് ആയിട്ട് തന്നെ ഇരിക്കണം. അത് കാരണം ആ ട്രൂത്ത് കളർലെസ് ആയി കഴിഞ്ഞാൽ മാത്രമേ ആ സൊസൈറ്റി ഈഗാലിറ്റേറിയൻ ആവുള്ളൂ, ഇക്വിറ്റി ഉണ്ടാവുള്ളൂ, ആ സൊസൈറ്റിയിൽ പീസ് ആൻഡ് ഹാർമണി ഉണ്ടാവുള്ളൂ. ഈ സൊസൈറ്റിയിൽ എന്ത് ചെയ്യുന്നത്? ഡിഫറെന്റ് ട്രൂത്തിനെ, ആ പെർസെപ്ഷൻ ഓഫ് ഡിഫറെന്റ് ട്രൂത്തിനെ അംഗീകരിക്കാനും ട്രൂത്ത് എന്ന് പറയുന്ന ഒരു യൂണിവേഴ്സൽ ലിബർട്ടിയിലേക്ക് എത്താനും പറ്റണം എന്നുള്ള രീതിയിലേക്ക് നമുക്ക് ഈ എസ്സേക്ക് എന്ത് ചെയ്യാൻ പറ്റും? കൺക്ലൂഷൻ ചെയ്യാൻ പറ്റും. സോ ഇതായിരിക്കണം ഈ ഒരു എസ്സേന്റെ, അല്ലെങ്കിൽ ഇതായിരിക്കണം എന്ന് ഉദ്ദേശിച്ച് ഇതിനകത്ത് നിങ്ങൾക്ക് ഡിഫറെന്റ് പോയിന്റ്സുകൾ കൊണ്ടുവരാം. അപ്പം ഈ ഒരു രീതിയിൽ എന്ത് ചെയ്യാം? നിങ്ങൾക്ക് ഈ ടോപ്പിക്കിനെ ഇന്റർപ്രറ്റ് ചെയ്യാം എന്നുള്ളതാണ്. ഓക്കെ, ഡിഫറെന്റ് ആയിട്ടുള്ള എക്സാമ്പിൾസുകളും നിങ്ങൾക്ക് പുതിയ നിങ്ങളുടെ പേഴ്സണൽ ലൈഫിൽ നിന്നുള്ള എക്സാമ്പിൾ ഒക്കെ എടുത്ത് എസ്സേനെ എന്ത് ചെയ്യാം? കോണ്ടെക്സ്റ്റ് ബേസ് ചെയ്തിട്ട് നിങ്ങൾക്ക് എൻറിച്ച്ഡ് ആക്കാൻ പറ്റുന്നതാണ്. ഇനി
രണ്ടാമത്തെ എസ്സേ എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഒരു എസ്സേ ആണ്. ബേസിക്കലി ഇത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ ഇപ്പോഴത്തെ പ്രസന്റ് കോണ്ടെക്സ്റ്റിൽ വളരെ രസകരമായിട്ട് നിങ്ങൾക്ക് എഴുതാൻ പറ്റും. ദ സുപ്രീം ആർട്ട് ഓഫ് വാർ ഈസ് ടു സബ്ഡ്യൂ ദ എനിമി വിത്തൗട്ട് ഫൈറ്റിംഗ് എന്നുള്ളതാണ്. ഇത് ബേസിക്കലി ചൈനീസ് വാർഫെയർ സ്ട്രാറ്റജീന്റെ ഭാഗമായിട്ട് ഉള്ളതാണ്. സോ ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന ബുക്കിൽ കൊടുത്തിട്ടുള്ള ഒരു കോട്ടാണ് ഇത് ബേസിക്കലി. സോ ഇവിടെ എന്തുകൊണ്ടാണ് ഈ ഒരു പർട്ടിക്കുലർ ടോപ്പിക് റെലവൻസ് എന്നുള്ളത് ഇന്ന് നിങ്ങൾ നോക്കുകയാണെങ്കിൽ, ഫോർ എക്സാമ്പിൾ നിങ്ങൾ ചൈനയുടെ ലൈഫ് തന്നെ നോക്കൂ, അല്ലെങ്കിൽ ചൈനയുടെ സ്ട്രാറ്റജി തന്നെ നോക്കൂ. ചൈന ഇതുവരെ എന്തില്ല, ഒരു ആക്റ്റീവ് ആയിട്ടുള്ള വലിയൊരു വാർഫെയറിൽ ഇന്നേ വരെ പാർട്ടിസിപ്പേറ്റ് ചെയ്തിട്ടില്ല. ചൈന ഈസ് നെവർ പാർട്ട് ഓഫ് ആക്റ്റീവ്ലി ഇൻ ദ പാർട്ട് ഓഫ് വേൾഡ് വാർ ഫസ്റ്റ് ഓർ വേൾഡ് വാർ സെക്കൻഡ്. അപ്പം ആക്റ്റീവ് ആയിട്ടുള്ള ഒരു വാർഫെയറിലേക്ക് ചൈന ഇതുവരെ പങ്കെടുത്തിട്ടില്ല. പക്ഷെ ചൈന ഈസ് എ മേജർ പവർ വിത്തൗട്ട് ഗോയിങ് ത്രൂ വാർ. അതുകൊണ്ട് ചൈനയ്ക്ക് കിട്ടിയുള്ള ഗുണം എന്താണെന്ന് ആലോചിച്ച് നോക്കിക്കേ. ചൈനയ്ക്ക് ഇതുവരെ എക്കണോമിക്കൽ ഒരു ഡിസ്ട്രപ്ഷൻ, വാർ കൊണ്ടുള്ള ഒരു ഡിസ്ട്രപ്ഷൻ വന്നിട്ടില്ല, ലോസ് വന്നിട്ടില്ല. ബിഫോർ സെക്കൻഡ് വേൾഡ് വാർ ബ്രിട്ടൻ ഈസ് നോൺ ആർ ഗ്രേറ്റ് ബ്രിട്ടൻ, ബട്ട് ഓൺലി ഡ്യൂ ടു ദ വാർ ബ്രിട്ടൻ എന്ത് ചെയ്തു, ഗ്രേറ്റ് ബ്രിട്ടൻ മാറി വെറും ബ്രിട്ടൻ ആവേണ്ടി വന്നു. സോ വാർ എന്ത് ചെയ്യും, നമ്മളെ ഡിസ്ട്രപ്റ്റ് ചെയ്യും. ഏറ്റവും നല്ല സ്ട്രാറ്റജി എന്ന് പറയുന്നത് വാറിലൂടെ പോവാതെ തന്നെ ആളുകളെ അല്ലെങ്കിൽ നമ്മളെ എനിമിയെ നമ്മൾ കൺട്രോൾ ചെയ്ത് നിർത്തുക എന്നുള്ളതാണ്. ചൈനീസ് വാർഫെയർ സ്ട്രാറ്റജി ഇതാണ്. ചൈന യൂസ് ചെയ്യുന്നതും ഈവൻ ഇന്ത്യക്കെതിരെ യൂസ് ചെയ്യുന്നതാണ്. ചൈനയുടെ വാർഫെയർ സ്ട്രാറ്റജി ഓഫ് സൈക്കോളജിക്കൽ വാർഫെയർ സ്ട്രാറ്റജി. ചൈന എന്താണ് ചെയ്യുന്നത്, ചൈന വെറുതെ ന്യൂസ് പേപ്പറിൽ ഇടും, ഞങ്ങൾ എന്ത് ചെയ്തു, അരുണാചൽ പ്രദേശ് ഞങ്ങളുടെയാണ്. പിന്നെ എന്ത് ചെയ്യും, നമ്മൾ ഓട്ടോമാറ്റിക്കലി നമ്മൾ അതിന് കൗണ്ടർ നരേറ്റീവുകൾ ഉണ്ടായിക്കൊണ്ടിരിക്കണം. ചൈന അതുപോലെയുള്ള സൈക്കോളജിക്കൽ മീഡിയ വാർഫെയർ, അതുപോലെ തന്നെ നരേറ്റീവ് വാർഫെയർ, ചൈന ജസ്റ്റ് എന്ത് ചെയ്യുന്നു, പുതിയ പുതിയ നരേറ്റീവ്സ് ക്രിയേറ്റ് ചെയ്ത് വിടുകയാണ് ചെയ്യുക. അതുപോലെ തന്നെ ചൈനയുടെ ബെൽറ്റ് ആൻഡ് റോഡ് ഇനിഷ്യേറ്റീവ്, ചൈന എന്താ ചെയ്തിട്ടുള്ളത്, ചൈന ഇൻവെസ്റ്റ്മെന്റ് കൊണ്ട് ആളുകളെ എന്ത് ചെയ്യുന്നു, കൺട്രോൾ ചെയ്ത് നിർത്തുകയാണ് ചൈന ചെയ്തിട്ടുള്ളത്. അതുപോലെ തന്നെ സലാമി സ്ലൈസിങ്, ചൈന എന്ത് ചെയ്യുന്നു, ഒരു അബ്രപ്റ്റ് വാറിലേക്ക് പോകാതെ പതുക്കെ എന്ത് ചെയ്യുന്നു, ഗ്രാജുവലായിട്ട് അഗ്രസീവായിട്ട് എന്ത് ചെയ്യുന്നു, ലാൻഡ് ഗ്രാബ് ചെയ്തെടുക്കുന്നു. സോ ചൈന ഈസ് എ റിവേഴ്സീവ് പവർ. സോ ചൈനീസ് വാർഫെയർ സ്ട്രാറ്റജിയുമായി ബന്ധപ്പെട്ടുള്ള ഒരു കോട്ടാണ് ഇനി രണ്ടാമതായിട്ട് എസ്സേ ചോദിച്ചിട്ടുണ്ടായിരുന്നത്. സോ ചൈനീസ് ആർട്ട് ഓഫ് വാർ എന്ന് പറയുന്ന സുൻസുവിന്റെ ബുക്കിൽ നിന്ന് വന്നിട്ടുള്ള ഒരു കോട്ടാണിത്. സോ ഇവിടെ എന്താണ് പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ, the true strength lies not in the destruction but in the restraints. ഏറ്റവും സ്ട്രെങ്ത്സ് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരാളെ ഡിസ്ട്രക്ട് ചെയ്യുക അല്ലെങ്കിൽ അത് ഡിസ്റ്റർബ് ചെയ്യുക എന്നുള്ളതല്ല, അതിനകത്ത് എന്ത് ചെയ്യുക എന്നുള്ളതാണ്, ആ റെസ്ട്രെയിൻമെന്റ് കൊണ്ട് നമ്മൾ ആ എനിമിയെ കൺട്രോൾ ചെയ്യുക എന്നുള്ളതാണ്. പ്രസന്റ് സൊസൈറ്റിയിൽ വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യമാണ്. IR ഭാഗത്തു നിന്ന് അത്യാവശ്യം പോയിന്റ് ഉള്ള ആളുകൾക്ക് ഈ എസ്സേ നല്ല രീതിയിൽ എഴുതാം. പക്ഷേ ഇത് IRന്റെ പെർസ്പെക്റ്റീവിൽ മാത്രം ഈ എസ്സേ ഒതുക്കരുത്. നിങ്ങൾ എന്ത് ചെയ്യണം, നമ്മുടെ പേഴ്സണൽ ലൈഫിനെ പറ്റിയും കണക്ട് ചെയ്ത് നിങ്ങൾക്ക് ഇത് എഴുതാൻ പറ്റും. അതുപോലെ തന്നെ അഡ്മിനിസ്ട്രേറ്റീവ് ആയിട്ട് എഴുതാൻ പറ്റും, ഹിസ്റ്റോറിക്കൽ ആംഗിൾ നിങ്ങൾക്ക് എഴുതാൻ പറ്റും. സോ മൾട്ടിപ്പിൾ ഡയമെൻഷൻസ് ഈ എസ്സേയിലേക്ക് കൊണ്ടുവന്നു കഴിഞ്ഞാൽ വളരെ ബ്യൂട്ടിഫുൾ ആയിട്ട് നിങ്ങൾക്ക് ഇവിടെ എഴുതാൻ പറ്റും. സോ ഇവിടെ എനിമീനെ ഫിസിക്കലി ഫൈറ്റ് ചെയ്യാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എനിമീനെ കുറച്ചുകൂടി ഇന്റലിജൻസ്, സൈക്കോളജിക്കൽ അതുപോലെ തന്നെ സ്ട്രാറ്റജിക്കൽ സുപ്പീരിയോറിറ്റി യൂസ് ചെയ്തിട്ട് വേണം നമുക്ക് എന്ത് ചെയ്യേണ്ടത്, നമുക്ക് യൂസ് ചെയ്യേണ്ടത്. ഇപ്പൊ നമുക്ക് വേണമെങ്കിൽ ഈ എസ്സേന്റെ ഇൻട്രൊഡക്ഷൻ വളരെ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിൽ തന്നെ ഇത് വേണേൽ തുടങ്ങാൻ പറ്റും. ഇപ്പൊ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ അശോകനെ പറ്റി സംസാരിക്കാം. അശോക കലിംഗ വാറിൽ ഡിസ്ട്രക്ഷൻസ് കണ്ടതിന് ശേഷം ഡിസ്ട്രക്ഷൻ കണ്ടതിന് ശേഷം അദ്ദേഹം തീരുമാനിക്കുന്നത് ഇനിയൊരു വാറിനില്ല എന്നുള്ളതാണ്. അതിന്റെ അർത്ഥം പിന്നീട് എന്ത് ചെയ്തിട്ടില്ല, പിന്നീട് അദ്ദേഹം ബാക്കിയുള്ള ആളുകളെ എനിമീനെ കൺട്രോൾ ചെയ്യുക അല്ലെങ്കിൽ സബ്ഡ്യൂ ചെയ്തിട്ടില്ല എന്നുള്ള അർത്ഥം. പിന്നീട് എന്ത് ചെയ്തു, അശോക ദമ്മിയുടെ സന്തോഷമായിട്ട് പല രാജ്യങ്ങളിലേക്ക് വിടുകയും അദ്ദേഹത്തിന്റെ ഇൻഫ്ലുവൻസിലേക്ക് ആളുകളെ കൊണ്ടുവരികയും ചെയ്തിട്ടുണ്ട്. സോ ഇവിടെ ഡിസ്ട്രക്ഷൻസ് ഇല്ലാതെയും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് കൃത്യമായ സ്ട്രെങ്ത് കാണിക്കാൻ പറ്റും എന്നുള്ളത് മനസ്സിലാക്കാൻ പറ്റും. ഇത്തരത്തിലുള്ള ഇൻട്രൊഡക്ഷൻ എഴുതാം. അല്ലെങ്കിൽ പ്രസന്റ് ലെവൽ കോണ്ടെക്സ്റ്റ് ഇതിനകത്ത് വളരെ ഇമ്പോർട്ടന്റ് ആണ്. ഇപ്പം വെസ്റ്റേൺ എക്കണോമിക്കൽ സാങ്ഷൻസ് ഇവിടെ എന്താ ചെയ്യുന്നത്, ഇവിടെ നമ്മൾ വാർഫെയർ ആയിട്ടല്ല യൂസ് ചെയ്യുന്നത്, നമ്മൾ കുറച്ചുകൂടി എന്താണ് ചെയ്യുന്നത്, ഡിപ്ലോമാറ്റിക് ഡയമെൻഷൻസ് ആണ് ഇവിടെ നമ്മൾ ഒരാളെ കൺട്രോൾ ചെയ്യാൻ വേണ്ടിയിട്ട് യൂസ് ചെയ്യുന്നത് എന്നുള്ളത് നമുക്ക് കാണാൻ പറ്റും. ഓക്കെ, സോ പ്രൊലോങ്ഡ് ആയിട്ടുള്ള കോൺഫ്ലിക്ട്സും ലൈഫ് റിസോഴ്സസ് തമ്മിലുള്ള കോൺഫ്ലിക്റ്റ് ഇല്ലാതെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റുക, ലൈഫിൽ കൃത്യമായിട്ടുള്ള കോൺഫ്ലിക്റ്റ് ഒഴിവാക്കിക്കൊണ്ടുള്ള സ്ട്രാറ്റജി ആയിരിക്കണം മുന്നോട്ട് പോകേണ്ടത്. ഇവിടുത്തെ ഡയമെൻഷൻസ് അല്ലെങ്കിൽ ആർഗ്യുമെന്റൽ ഡയമെൻഷൻസ് നിങ്ങൾക്ക് എന്ത് എഴുതാമെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇവിടെ ജിയോ പൊളിറ്റിക്കൽ ടെൻഷൻസിന്റെ കാര്യങ്ങൾ നിങ്ങൾക്ക് കൃത്യമായിട്ട് പറയാം. ബിക്കോസ് ഇവിടെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഒരു IR പെർസ്പെക്റ്റീവിൽ നിന്നോ അല്ലെങ്കിൽ ഹിസ്റ്റോറിക്കൽ പെർസ്പെക്റ്റീവിൽ നിന്നോ തുടങ്ങി അത് IR പെർസ്പെക്റ്റീവിലേക്ക് പോയി പിന്നീട് ആ പെർസ്പെക്റ്റീവ്സ് ഡയമെൻഷൻസ് ചെയ്യുകയാണെന്നുണ്ടെങ്കിൽ കുറച്ചുകൂടി ബെറ്റർ ആയിരിക്കും. അപ്പോൾ ഇനിഷ്യലി നിങ്ങൾ എഴുതുമ്പോൾ തന്നെ നിങ്ങൾ എന്ത് വേണമെങ്കിൽ ഹിസ്റ്റോറിക്കൽ ആസ്പെക്റ്റിൽ നിന്ന് നിങ്ങൾക്ക് എസ്സേ തുടങ്ങാം, അല്ലെങ്കിൽ പ്രസന്റ് കോണ്ടെക്സ്റ്റ് വെച്ചിട്ടുള്ള ഒരു ഇൻട്രൊഡക്ഷൻ കൊടുത്ത് തുടങ്ങാം, അല്ലെങ്കിൽ ഞാൻ പറഞ്ഞ അശോകന്റെ കാര്യം തുടങ്ങാം, അല്ലെങ്കിൽ പ്രസന്റ് സൊസൈറ്റി ആയിട്ടുള്ള റഷ്യ യുക്രൈൻ കോൺഫ്ലിക്റ്റിൽ എങ്ങനെയാണ് ഡിപ്ലോമാറ്റിക്കലായി ഇന്ത്യ ഇടപെട്ടിരുന്നത്, അല്ലെങ്കിൽ ഇന്ത്യ ആ ഒരു പൊസിഷൻ എങ്ങനെയാണ് ഹാൻഡിൽ ചെയ്യുന്നത് എന്നുള്ള രീതിയിൽ തുടങ്ങാം. സോ ഈ ഏതെങ്കിലും ഒരു ടോപ്പിക് എടുത്ത് തുടങ്ങിയതിന് ശേഷം അത് ടോപ്പിക്കുമായിട്ട് നിങ്ങൾ ലിങ്ക് ചെയ്ത് നിങ്ങൾക്ക് കുറച്ചുകൂടി എന്ത് ചെയ്യാം, IR ആസ്പെക്ട്സിൽ നിന്ന് പോയി പിന്നീട് എന്ത് ചെയ്യുക, നിങ്ങൾ ബാക്കിയുള്ള ഡയമെൻഷനിലേക്ക് പോകുകയാണെങ്കിൽ നന്നായിരിക്കും. ഇപ്പൊ പ്രസന്റ് ഡയമെൻഷൻ നിങ്ങൾക്ക് വേണമെങ്കിൽ ഒരുപാട് പോയിന്റ്സ് നിങ്ങൾക്ക് കിട്ടും. ഇപ്പം താരിഫ് വാറിന്റെ കാര്യങ്ങൾ, അതുപോലെ തന്നെ റൈവൽസി എന്ത് ചെയ്യുന്നു, ഇപ്പോഴത്തെ പ്രസന്റ് സൊസൈറ്റിയിൽ വാറിനെക്കാട്ടും കൂടുതൽ എന്താണ് പോകുന്നത്, ഇതുപോലെയുള്ള സ്ട്രാറ്റജിക്കൽ ആൻഡ് ഡിപ്ലോമാറ്റിക് അണ്ടർസ്റ്റാൻഡിംഗ് ആണ്. ഇപ്പം നിങ്ങൾക്ക് കണ്ടറിയാം,
ഇപ്പൊ റീസെന്റ് തന്നെ പുടിൻ ട്രംപ് ടോക്സ് അലസ്കയിൽ വെച്ച് നടക്കുന്നു. സോ ഇതൊക്കെ എന്താണ് ഡിപ്ലോമാറ്റിക് രീതിയിൽ എന്ത് ചെയ്യുന്നു, ആളുകളെ എനിമീനെ എങ്ങനെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നതാണ് ചൈനീസ് സ്ട്രാറ്റജി. അതാണ്. ഇനി ന്യൂക്ലിയർ ഡിറ്ററൻസ് അതിനൊരു എക്സാമ്പിൾ ആണ് അല്ലെ. വി ഹാവ് ന്യൂക്ലിയർ വെപ്പൺ ബട്ട് വി ഓൾസോ ഹാവ് പോളിസി ഓഫ് നോ ഫസ്റ്റ് യൂസ്. അതിന്റെ അർത്ഥം എന്താണ്? നമ്മൾ അത് യൂസ് ചെയ്യാൻ വേണ്ടിയിട്ടല്ല ശരിക്കും ന്യൂക്ലിയർ വെപ്പൺ ഉണ്ടാക്കിയിട്ടുള്ളത്. വി ആർ ബിൽഡ് ന്യൂക്ലിയർ വെപ്പൺ നോട്ട് ടു ഫൈറ്റ് വാർ. നമ്മൾ എന്തിനാണ്? ജസ്റ്റ് ടു ക്രിയേറ്റ് ദ ഡിറ്ററൻസ്. നമ്മൾ എന്ത് ചെയ്യുന്നു? എനിമിയെ കൺട്രോൾ ചെയ്ത് നിർത്തുന്നു. സിൻസ് വി ഹാവ് ന്യൂക്ലിയർ വെപ്പൺ, പാകിസ്ഥാനെ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഒരു ബേയിൽ നിർത്താൻ പറ്റും. പാകിസ്ഥാനെ നമുക്ക് എന്ത് ചെയ്യാം? ഡിറ്ററൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ എന്ത് ബാക്കിയുള്ള കൺട്രീസിന് നമുക്ക് ന്യൂക്ലിയർ വെപ്പൺ എന്ന് പറഞ്ഞൊരു ഡിറ്ററൻസ് കൊടുക്കാൻ പറ്റും. അതുപോലെ തന്നെ ഇന്നത്തെ സിറ്റുവേഷനിൽ ഇപ്പം ടെററിസ്റ്റ് പോലെയുള്ള സിറ്റുവേഷൻസ് ഒക്കെ നിങ്ങൾ നോക്കുക, ഇന്റേണൽ കോൺഫ്ലിക്റ്റ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഈ അസിമെട്രിക് അല്ലെങ്കിൽ ട്രഡീഷണൽ വാർഫെയർ സ്ട്രാറ്റജീസ് ആയിട്ടുള്ള വയലൻസ് എന്ത് ചെയ്യാൻ പറ്റുന്നില്ല, നല്ല രീതിയിൽ സക്സസ്ഫുൾ അല്ല ടെററിസത്തിന്. അപ്പൊ ഇവിടെ നമുക്ക് ബോർഡറിലൊക്കെ നമുക്ക് ഈ റീസെന്റ് നമ്മുടെ ഇന്റേണൽ ഹോം മിനിസ്റ്റർ തന്നെ പറഞ്ഞത് വിന്നിങ് ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് ബോർഡർ പീപ്പിൾ എന്നുള്ളതാണ് നമ്മുടെ ബോർഡർ സെക്യൂരിറ്റിന്റെ ഇമ്പോർട്ടന്റ് ഡയമെൻഷൻ എന്നുള്ളതാണ്. അപ്പം വാറും വെപ്പണും ഉപയോഗിച്ചിട്ട് ബോർഡർ സെക്യൂരിറ്റി ചെയ്യുന്നതിനെക്കാട്ടും വിന്നിങ് ദ ഹാർട്ട്സ് ആൻഡ് മൈൻഡ്സ് ഓഫ് ബോർഡർ പീപ്പിൾ ബിക്കം ദ സെൻട്രാലിറ്റി എന്ന് പറയുന്നു. ഇത് ഈ ഒരു തിയറിയുമായി ബന്ധപ്പെടുന്നതാണ്. നമ്മൾ എന്ത് ചെയ്യുന്നു? കുറച്ചുകൂടി ഡയറക്റ്റ് ആയിട്ട് എന്ത് ചെയ്യുന്നു? ഹാംലെസ് ആയിട്ടുള്ള രീതിയിൽ നമ്മൾ കൺട്രോൾ ചെയ്യാൻ പോവാണ്. അതുപോലെ തന്നെ നമ്മൾ ഡിപ്ലോമസിയിൽ നോക്കുകയാണെങ്കിൽ മൾട്ടിലാറ്ററൽ ഫോറംസ് നമ്മൾ യൂസ് ചെയ്യാം പീസിന് വേണ്ടിയിട്ട്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ, ഇപ്പം G20 പോലെയുള്ള പ്ലാറ്റ്ഫോമുകളിൽ ഇന്ത്യ എന്ത് ചെയ്യുന്നുണ്ട്? പീസ് നെഗോസിയേഷൻസ് നടത്തുന്നു. ആഫ്രിക്കൻ എൻട്രി നമ്മൾ പോസിബിൾ ആക്കി കൊടുക്കുന്നു. അതുപോലെ തന്നെ എക്കണോമിക്കൽ ഇന്റർഡിപെൻഡൻസ് ഇൻ ദ പ്രസന്റ് ഗ്ലോബലൈസ്ഡ് വേൾഡ്. ഇവിടെ എന്ത് ചെയ്യുന്നുണ്ട്? ഈ ഒരു ഗ്ലോബലൈസ്ഡ് വേൾഡിൽ നമുക്ക് ഒരാളോടായിട്ട് യുദ്ധം ചെയ്യാന്ന് പറയുന്നത് പോസിബിൾ അല്ല. അപ്പം നമുക്ക് ആ രീതിയിൽ എന്ത് ചെയ്യാം? ഇതിനൊക്കെ പറയാൻ പറ്റും. കാരണം എല്ലാ ആളുകളും എന്താണ്? ഇന്റർഡിപെൻഡന്റ് ആണ്. റിസോഴ്സസുമായി നമ്മൾ ഡിപെൻഡന്റ് ആണ്. മാർക്കറ്റിന് വേണ്ടി നമ്മൾ ഡിപെൻഡന്റ് ആണ്. സോ ഇത്തരത്തിലുള്ള കാര്യങ്ങൾ ഉള്ളതുകൊണ്ട് നമുക്ക് ഒരിക്കലും എന്ത് ചെയ്യാൻ പറ്റില്ല? ഒരു വാർ ഫുൾ ഫ്ലെഡ്ജിലേക്ക് പോവുക എന്ന് പറയുന്നത് നല്ലൊരു സ്ട്രാറ്റജി അല്ല. അതല്ല എന്നുണ്ടെങ്കിൽ ഇന്ത്യന്റെ സ്ട്രാറ്റജിക്കൽ പൊസിഷനെ വെച്ച് നിങ്ങൾക്ക് ഒരു കേസ് സ്റ്റഡി ആയിട്ട് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും? ഇവിടെ അവതരിപ്പിക്കാൻ പറ്റും. കാരണം ഇന്ത്യസ് അപ്രോച്ച് ടു വേരിയസ് പ്രോബ്ലംസ്, ഇപ്പോൾ റീജിയണൽ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, നമുക്ക് ബോർഡർ ഡിസ്പ്യൂട്ട്സ് ഉണ്ട്, കൗണ്ടർ ടെററിസം ഇഷ്യൂസ് ഉണ്ട്, ഗ്ലോബൽ ഡിപ്ലോമസി ഉണ്ട്. ഓൾ ദീസ് ആസ്പെക്ട്സ് India never took the stand of hard power diplomacy. We took the stand of soft power diplomacy. Even എന്ത് ചെയ്യുന്നു? ഈവൻ നമ്മൾ സർജിക്കൽ സ്ട്രൈക്കോ അല്ലെങ്കിൽ ഓപ്പറേഷൻ സിന്ദൂറിലൊക്കെ ഇറ്റ് വാസ് സോ പ്രിസൈസ് ദാറ്റ് അവർ ഐഡിയ ആൻഡ് ഇന്റൻഷൻ എന്തായിരുന്നു? ആ ഒരു എനിമി അല്ലെങ്കിൽ ഒരു ടെററിസത്തിനെതിരായിട്ടുള്ള രീതിയിൽ മാത്രം പോരാടുക, നോ സിവിലിയൻ കാഷ്വാലിറ്റി എന്ന് പറയുന്ന പ്രിസിഷൻ വരാൻ കാരണം ദിസ് ഐഡിയ സ്ട്രാറ്റജിക്കൽ പോസ്റ്റർ ആൻഡ് സ്ട്രാറ്റജിക്കൽ ബാലൻസിങ് കറക്റ്റ് ആയതുകൊണ്ടാണെന്ന് നമുക്ക് പറയാം. സോ ദാറ്റ് എക്സാക്ട്ലി ആ കോട്ടിന്റെ ഐഡിയ നമ്മൾ ഫോളോ ചെയ്യുന്നുണ്ട്. ഇനി ഇത് മാത്രമല്ല, പ്രസന്റ് സൊസൈറ്റിയിൽ ബാക്കി ഞാൻ പറഞ്ഞു ഇതൊരു IR അല്ലെങ്കിൽ ഇന്റർനാഷണൽ റിലേഷനിൽ മാത്രം നിർത്തേണ്ട ടോപ്പിക് അല്ല. നിങ്ങൾക്ക് ഈ ടോപ്പിക്കിന് എന്ത് ചെയ്യാം? പല ഏരിയയിലുമായിട്ട് കണക്ട് ചെയ്യാൻ പറ്റും. ഇപ്പൊ മാർക്കറ്റിലേക്ക് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ബിസിനസ് വേറൊരു ബിസിനസ് പിടിക്കേണ്ടത് അവിടെ പ്രൈസ് വാർ നടത്തിയിട്ടല്ല. പ്രൈസ് വാർ നടത്തുമ്പം എന്താണ് സംഭവിക്കുക? നിങ്ങൾക്ക് അറിയാം, ഇപ്പം ടെലികോം ഇൻഡസ്ട്രീസ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ പ്രൈസ് വാർ കൊണ്ട് ഇൻഡസ്ട്രി ഡൊമിനേറ്റ് ചെയ്യുന്നതാണ്. അതുകൊണ്ട് എന്ത് സംഭവിച്ചു? ഒരുപാട് കോമ്പറ്റേറ്റേഴ്സ് എന്ത് ചെയ്തു? നശിച്ചു പോവാണ്. അതിൻ്റെ ഒരുപാട് പേര് എന്ത് ചെയ്യുന്നു? ലോങ് ടൈമിലേക്ക് അതിനകത്ത് ലോസും വരാനുള്ള ചാൻസസ് ഭയങ്കര കൂടുതലാണ്. അപ്പോൾ പ്രൈസ് വാർ എന്ന് പറയുന്നത് നല്ലതല്ല. പൊതുവെ എന്ത് ചെയ്യണം? പുതിയ പുതിയ ഇന്നോവേഷൻസ് കൊണ്ടൊന്ന് മുന്നോട്ട് വരാൻ നോക്കണം. ഇപ്പൊ Paytm സൗണ്ട് ബോക്സ് ഇൻട്രൊഡ്യൂസ് ചെയ്തു. നല്ലൊരു പുതിയ ഇന്നോവേഷൻ ആയിരുന്നു ഒരു കോമ്പറ്റീറ്റീവിനെ സംബന്ധിച്ചോളം. ഗൂഗിൾ പേയും അതേപോലെ തന്നെ ഫോൺ പേയും ഡൊമിനേറ്റ് ചെയ്ത് നിൽക്കുമ്പോൾ Paytm കൊണ്ടുവന്ന സൗണ്ട് ബോക്സ് മർച്ചൻസിന് വേണ്ടിയിട്ടുള്ളത് പെട്ടെന്ന് Paytm മർച്ചൻസിന്റെ ഇടയിലേക്ക് എന്ത് ചെയ്തു? ഇൻഫ്ലേറ്റ് ചെയ്തു. ഇതുപോലെയുള്ള ഇന്നോവേറ്റീവ് ആയുള്ള സ്ട്രാറ്റജി കൊണ്ട് കോമ്പറ്റീഷൻ നിലനിർത്താമെന്ന് നമുക്ക് പറയാം. ഇനി ഗവർണൻസ് ആൻഡ് അഡ്മിനിസ്ട്രേഷന്റെ കാര്യം നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു ഡിസ്പ്യൂട്ട് കാര്യങ്ങളൊക്കെ വരുമ്പോൾ ഫോഴ്സിലേക്ക് നമ്മൾ എസ്കലേറ്റ് ചെയ്യാതെ നമ്മൾ എന്ത് ചെയ്യണം? നമ്മൾ അവിടെ എത്തിക്കൽ ഡിലമാസും കാര്യങ്ങളൊക്കെ ടോക്ക് ആൻഡ് പീസ്ഫുൾ ഡയലോഗിലൂടെ നെഗോസിയേഷൻസ് നടത്തി കഴിഞ്ഞാൽ പബ്ലിക് ട്രസ്റ്റ് വരും നമുക്ക് പറയാൻ പറ്റും. പോളിസി ഇംപ്ലിമെന്റേഷൻസ് എഫക്റ്റീവ് ആവണം എന്നുണ്ടെങ്കിലൊക്കെ എന്ത് ചെയ്യാൻ പറ്റും? ഇതുപോലെയുള്ള കാര്യങ്ങളാണ് നമ്മൾ ചെയ്യേണ്ടത്. ഇതിന്റെ ഒരു കൺക്ലൂഷൻ ആസ്പെക്റ്റിലേക്ക് വരുന്ന സമയത്ത് നിങ്ങൾക്ക് എന്തും പറയാം. ഈ രീതിയിൽ നമ്മൾ ചെയ്തിട്ടില്ല എന്നുണ്ടെങ്കിൽ വരുന്ന പ്രോബ്ലം എന്താണ്? വാട്ട് ഈസ് ദ ഇഷ്യൂ ഓഫ് ചൂസിങ് വയലൻസ് റാദർ? കോട്ട് എന്താണ് നമ്മളോട് പറയുന്നത്? നമ്മളോട് പറയുന്നത് ഫോഴ്സ് ഉപയോഗിക്കാതെ അല്ലെങ്കിൽ വാർ ഉപയോഗിക്കാതെ എന്ത് ചെയ്യണം? എനിമിനെ സബ്ഡ്യൂ ചെയ്യണം. വാട്ട് ആർ ദി ഇഷ്യൂസ് ഓഫ് സബ്ഡ്യൂയിങ് എനിമി ബൈ ബാർ എന്നുള്ളതാണ്. ഇവിടെ ഗാന്ധിയൻ ഫിലോസഫി ഒക്കെ നമുക്ക് യൂസ് ചെയ്യാം. ആൻ ഐ ഫോർ ആൻ ഐ ഈസ് മേക്ക് ദ ഓൾ വേൾഡ് ബ്ലൈൻഡ് എന്നുള്ളതാണ്. അതായത് വാർ ഒരിക്കലും യൂണി ഡയമെൻഷൻസ് ആയിരിക്കില്ല. വാർ എപ്പോഴും എന്തായിരിക്കും? ഡിസ്ട്രക്റ്റീവ് ആയിരിക്കും. വാർ എപ്പോഴും എന്ത് ചെയ്യും? രണ്ട് പാർട്ടികൾക്കും ലോസ് മാത്രമേ ക്രിയേറ്റ് ചെയ്യുള്ളൂ. സോ വാർ പോലെയുള്ള സിറ്റുവേഷൻസ് അല്ലെങ്കിൽ വയലൻസ് പോലെയുള്ള സിറ്റുവേഷൻസ് എന്തല്ല? റൈറ്റ് മീൻസ് ഫോർ റൈറ്റ് പീസ്ഫുൾ ആയ എൻവയോൺമെന്റിന് വേണ്ടിയിട്ടല്ല. അപ്പൊ നമുക്ക് എങ്ങനെയുള്ള സൊസൈറ്റിയാണ് വേണ്ടത്? സൊസൈറ്റി വേർ റാദർ വെപ്പൺ സ്റ്റോക്ക് വേർ പീപ്പിൾ സിറ്റ് ആൻഡ് ടോക്ക് ഫോർ പീസ്ഫുൾ നെഗോസിയേഷൻസ് എന്നുള്ള ഒരു സൊസൈറ്റി. ഡയലോഗ്സ് എന്ത് ചെയ്യണം? നമ്മൾ എൻട്രി ചെയ്യണം. അതിൽ ഇന്ത്യയുടെ പോസിബിലിറ്റിയും ഡയലോഗിന്റെ റെസ്പോൺസിബിലിറ്റിയും വെച്ചിട്ട് ഇമ്പോർട്ടൻസ് വെച്ച് നമുക്ക് എന്ത് ചെയ്യാം? ഈ ഒരു പർട്ടിക്കുലർ എസ്സേ നിങ്ങൾക്ക് കൺക്ലൂഡ് ചെയ്യാൻ പറ്റുന്നതാണ്.
ഇതിൽ മൂന്നാമത്തെ എസ്സേയിലേക്ക് വരുമ്പം നമ്മൾ ശ്രദ്ധിക്കേണ്ടത് മൂന്നാമത്തെ എസ്സേ വരുന്നത് തോട്ട് ഫൈൻഡ്സ് എ വേൾഡ് ആൻഡ് ക്രിയേറ്റ് വൺ ഓൾസോ എന്നുള്ളതാണ്. സോ എസ്സേന്റെ ടോപ്പിക്കിന്റെ മീനിങ് എന്താണ് പറയുന്നത്? തോട്ട് എന്ന് പറയുന്നത് എന്ത് ചെയ്യുന്നുണ്ട്? തോട്ട് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അതേപോലെ തന്നെ ആ വേൾഡ് എന്ത് ചെയ്യുന്നു? ഒരു വേൾഡ് നമ്മുടെ ഉള്ളിൽ ഒരു വേൾഡിനെ ഫൈൻഡ് ചെയ്യുന്നുണ്ട്, അതേപോലെ തന്നെ ഒരു വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് എന്നുള്ളതാണ്. അപ്പം തോട്ടിന്റെ ഒരു ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു എസ്സേയാണിത്. ഇത് റിപ്പീറ്റഡ് ആയിട്ട് UPSC ചോദിച്ചിട്ടുള്ളതാണ്. നിങ്ങൾ തീമാറ്റിക് ആയിട്ട് എസ്സേസ് പഠിച്ചിട്ടുണ്ടെങ്കിൽ ഈ ഒരു ടോപ്പിക്കിൽ നിന്ന് നിങ്ങൾക്ക് കണ്ടന്റ് ഉണ്ടായിരിക്കും. അപ്പൊ ഇത് നമ്മൾ പഠിച്ചിരിക്കുന്നതാണ്. പലപ്പോഴും തോട്ട് വെച്ചിട്ടുള്ള എല്ലാ വർഷവും അറ്റ്ലീസ്റ്റ് ഒരു ക്വസ്റ്റ്യനെങ്കിലും തോട്ട് റിലേറ്റഡ് ആയിട്ടുള്ള ക്വസ്റ്റ്യൻസ് നമുക്ക് കാണാൻ പറ്റും. സോ തോട്ടിന്റെ ഒരു സൈഡ് എന്ന് പറയുന്നത് തോട്ട് എപ്പോഴും എന്ത് ഫൈൻഡ് ചെയ്യുന്നുണ്ട്? തോട്ട് വിൽ ഓൾവേസ് ഫൈൻഡ് ദാറ്റ് ഇന്റർപ്രറ്റ് ചെയ്യും, നമ്മുടെ അണ്ടർസ്റ്റാൻഡിങ് ഡെവലപ്പ് ചെയ്യും, അതുപോലെ തന്നെ നമ്മുടെ മീനിങ് ആൻഡ് റിയാലിറ്റി എപ്പോഴും തോട്ട്സ് ക്രിയേറ്റ് ചെയ്യും എന്നുള്ളതാണ്. അപ്പൊ തോട്ടിന്റെ ഏറ്റവും വലിയ ഇമാജിനറി വെച്ചാൽ തോട്ട് വിൽ ഏബിൾ ടു ക്രിയേറ്റ് ദാറ്റ് ഇമാജിനറി വേൾഡ് അല്ലേ. നമ്മുടെ ഉള്ളിൽ എന്ത് ചെയ്യും? പുതിയ പുതിയ സാധനങ്ങൾ. നമ്മൾ എങ്ങനെയാണ് ഒരു കാര്യം ചിന്തിക്കുന്നത്? നമ്മൾ ഓരോ തോട്ട്സ് പ്രോസസ് നമ്മൾ ഇമാജിൻ ചെയ്തിട്ട് നമ്മൾ അങ്ങനെ ഇല്ലാത്ത കാര്യങ്ങൾ നമുക്ക് കാണാൻ സാധിക്കുന്നു. ആ കാണുന്ന ആ ഒരു പോസിബിലിറ്റിയാണ് പിന്നീട് എന്ത് ചെയ്യുന്നത്? പലപ്പോഴും റിയാലിറ്റി ആയി മാറുന്നത്. അപ്പം ഒരുപാട് തോട്ട്സുകൾ ഇങ്ങനെ നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ഈ ഇമാജിനേഷൻ എന്ത് ചെയ്യുന്നു? ഈ ഇമാജിനേഷൻ ഒരു ആക്ഷനായി മാറുന്ന സമയത്ത് എന്ത് ചെയ്യുന്നു? പുതിയ പുതിയ ഐഡിയോളജീസും പുതിയ പുതിയ സിസ്റ്റംസും ക്രിയേറ്റ് ചെയ്യപ്പെടുക എന്നുള്ളതാണ് തോട്ട് പ്രോസസ്സിൽ നിന്ന് വരുന്നത്. ഇപ്പൊ ഡെമോക്രസി എന്ന് പറയുന്ന സിസ്റ്റം നിങ്ങൾ ആലോചിച്ച് നോക്കിക്കേ. ഡെമോക്രസി എന്ന് പറയുന്ന സിസ്റ്റം ഒരു പെട്ടെന്ന് ഒരു ദിവസം വന്നതാണോ? ഒരാൾ ഒരു തോട്ട് പറയുന്നു, ആ തോട്ടിനെ ചുറ്റിപ്പറ്റി പുതിയ പുതിയ തോട്ട്സുകൾ ക്രിയേറ്റ് ചെയ്യുന്നതിന്റെ ഭാഗമായിട്ട് ഫൈനൽ വന്ന ഒരു ആക്ഷൻ അല്ലേ ഡെമോക്രസി. സോക്രട്ടീസ് പറയുന്നു ഇറ്റ് ഷുഡ് ബി ആസ്ക് ക്വസ്റ്റ്യൻസ്. എന്ത് ചെയ്യണം? നമ്മളെ തന്നെ ഇൻട്രോസ്പെക്ഷൻ ചെയ്യണം എന്ന് പറയുന്നു. അതിൽ നിന്ന് പിന്നീട് പ്ലേറ്റോ അത് ഡെവലപ്പ് ചെയ്യുന്നു, അത് അരിസ്റ്റോട്ടിൽ വീണ്ടും ഡെവലപ്പ് ചെയ്യുന്നു, അതിൽ നിന്ന് വോൾട്ടയർ എന്ത് ചെയ്യുന്നു? ഫ്രീ സ്പീച്ചിന്റെ ഇമ്പോർട്ടൻസ് പറയുന്നു. അങ്ങനെ ഫൈനലി ഒരു ഡെമോക്രാറ്റിക് പ്രിൻസിപ്പിളിലേക്ക് നമ്മൾ എത്തിച്ചേരുകയാണ് ചെയ്യുന്നത്. അപ്പം നമ്മൾ ഇന്ന് കാണുന്ന എല്ലാം ഒരു തോട്ടിൽ നിന്ന് തുടങ്ങിയാണെന്ന് പറയാൻ പറ്റും. അതേപോലെ തോട്ടിന് എന്തുണ്ട്? രണ്ട് സൈഡ് ഉണ്ട്. സംതിങ് ഇന്റേണൽ ആയിട്ട് ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നുണ്ട് തോട്ട്, അതുപോലെ തന്നെ എക്സ്റ്റേണൽ ആയിട്ടുള്ള ഒരു വേൾഡും ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. അപ്പൊ തോട്ട്ഫുൾ ആയിട്ട് ഇരിക്കുക, അല്ലെ തോട്ട് ക്രിയേറ്റ് ചെയ്യുക എന്ന് പറയുന്നത് വളരെ ഇമ്പോർട്ടന്റ് ആയിട്ടുള്ള ഒരു ആസ്പെക്ട്സ് ആണ് എന്ന് നമുക്ക് പറയാം. ഇപ്പൊ തോട്ട് എന്ത് ചെയ്യുന്നുണ്ട്? ഐഡിയാസ് ഷേപ്പ് ചെയ്യുന്നു. ഇൻഡിവിജ്വൽ സൊസൈറ്റി, ഇൻഡിവിജ്വൽ ഗ്ലോബൽ ഓർഡർ, ഇതെല്ലാം തോട്ട് നമുക്ക് ഡെവലപ്പ് ചെയ്യുന്നതായിട്ട് കാണാൻ പറ്റും. ഇതിന് ഏറ്റവും വലിയ എക്സാമ്പിൾ ആണ് നമുക്ക് ഐൻസ്റ്റീന്റെ കാര്യം തന്നെ എടുക്കാം. ഐൻസ്റ്റീൻ നിങ്ങൾ ആലോചിച്ച് നോക്കിയേ. ഐൻസ്റ്റീൻ പണ്ട് 1905 ക്ലർക്കായി വർക്ക് ചെയ്തിരുന്ന സമയത്താണ് ഐൻസ്റ്റീൻ എന്തിനെ പറ്റി ആലോചിക്കുന്നത്. ആ സമയത്ത് ന്യൂട്ടൺ ഓൾറെഡി എന്ത് ചെയ്തിട്ടുണ്ട്? ഗ്രാവിറ്റേഷൻ തിയറി ഒക്കെ പഠിച്ച് എന്താണ് വേൾഡ് ഒരു സ്റ്റാറ്റിക് ഓർഡറിലാണ് വേൾഡ് വർക്ക് ചെയ്യുന്നത് ന്യൂട്ടൺ ഓൾറെഡി പ്രപ്പോസ് ചെയ്ത് കഴിഞ്ഞു. സോ ഈ ഒരു പർട്ടിക്കുലർ തിയറി ഇരിക്കുന്ന സമയത്താണ് ന്യൂട്ടൺ പറയുന്നത് എല്ലാം സ്റ്റേബിൾ ആണ്, എവറിത്തിങ് ഈസ് സ്റ്റേബിൾ, ഒന്നും റിലേറ്റീവ് അല്ല, എല്ലാം എന്ത് ചെയ്യുന്നു? ഒരേ സ്പീഡിലാണ് പോകുന്നത്. അപ്പം ആണ് ഐൻസ്റ്റീൻ ചിന്തിക്കുന്നത് എന്ത് സംഭവിക്കും? ഞാനൊരു ലൈറ്റിന്റെ ബീമാണ് ഓടിക്കുന്നതെങ്കിൽ നിങ്ങളൊരു വേറൊരു കാറാണ് ഓടിക്കുന്നതെങ്കിൽ നമുക്ക് രണ്ടുപേർക്കും ഒരേ സ്പീഡായിരിക്കുമോ എന്നുള്ളൊരു ചിന്തയിൽ നിന്നാണ് ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി തുടങ്ങുന്നത്. പക്ഷെ ഐൻസ്റ്റീന്റെ തിയറി ഓഫ് റിലേറ്റിവിറ്റി ഐൻസ്റ്റീന്റെ അന്നത്തെ തോട്ടിൽ നിന്നും ഇപ്പോഴും അത് കംപ്ലീറ്റ് ആയിട്ടില്ല നിങ്ങൾ ആലോചിക്കണം. അപ്പൊ ആ ഇമാജിനറി വേൾഡിന്റെ ആക്ഷൻസും അതിന്റെ റിയൽ വേൾഡും ഇപ്പോൾ ക്രിയേറ്റ് ചെയ്ത് വരുന്നേ ഉള്ളൂ. സോ തോട്ട് ഹാസ് ദാറ്റ് പവർഫുൾ വെപ്പൺ വിച്ച് ക്രിയേറ്റ് എന്ത് ചെയ്യുന്നു? ആദ്യം ഒരു വേൾഡ് നമ്മുടെ ഉള്ളിൽ ക്രിയേറ്റ് ചെയ്യുന്നു, ശേഷം എന്ത് ചെയ്യുന്നു? അത് റിയാലിറ്റിയിലേക്ക് മാറുന്നു എന്നുള്ളതാണ്. ഇതിന് പല ഡയമെൻഷൻസിലേക്ക് നമ്മൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ ഏറ്റവും ആദ്യം നമുക്ക് നോക്കാൻ പറ്റുന്ന ഡയമെൻഷൻസ് ആണ് ഫിലോസഫിക്കൽ ആംഗിൾ, തോട്ടിനെ പറ്റിയുള്ള ഫിലോസഫിക്കൽ ആംഗിൾ. ഇപ്പോൾ ഹ്യൂമൻ ബീയിങ്സിന്റെ എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത് തോട്ടിൽ നിന്നാണ് അല്ലെ. ഇപ്പൊ ബുദ്ധ എന്താ പറഞ്ഞിട്ടുള്ളത്? സോ നിങ്ങളുടെ ഓരോ ആക്ഷൻ, നിങ്ങൾ ആരാണ് എന്നുള്ളത് തോട്ടിൽ നിന്നാണ് സ്റ്റാർട്ട് ചെയ്യുന്നത്. അപ്പൊ ഒരു സൊസൈറ്റി എന്താണെന്നുള്ളത് ആ സൊസൈറ്റിയുടെ മജോറിറ്റി എന്ത് ചിന്തിക്കുന്നു എന്നുള്ളതാണ് ഒരു സൊസൈറ്റി ആയി മാറുന്നത്. സോ നമ്മുടെ ചുറ്റുമുള്ള ഓരോന്നും നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നത് ഇനീഷ്യൽ വരുന്ന ഒരു തോട്ടിൽ നിന്നാണെന്നുള്ള രീതിയിൽ നമുക്ക് പറയാൻ പറ്റും. ഓക്കെ, ഇപ്പം നമ്മൾ ഇതിനകത്ത് ബേസിക്കലി എന്താന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ദർ ഈസ് എ കോൺസെപ്റ്റ് കോൾഡ് ഐഡിയലിസം. സോ ഐഡിയലിസം ഫിലോസഫി ഉണ്ട്. ഈ ഐഡിയലിസം ഫിലോസഫി പറയുന്നത് വെച്ച് കഴിഞ്ഞാൽ ലോകത്തുള്ള എല്ലാം ക്രിയേറ്റ് ചെയ്യുന്നത്, എല്ലാ മെറ്റീരിയൽ സാധനങ്ങളും ക്രിയേറ്റ് ചെയ്യുന്നത് ഐഡിയയിൽ നിന്നാണ്. ഓക്കെ, ആദ്യം ഐഡിയ ആണ് ലോകത്തുണ്ടായത്, അതിനുശേഷമാണ് മെറ്റീരിയൽ സാധനങ്ങൾ ഉണ്ടായിരുന്നത്. ഇതിന് തിരിച്ചു പറയുന്ന ആളുകളുണ്ട്. ആദ്യം മെറ്റീരിയൽ ആണ് ഉണ്ടായത്. അപ്പം കാൾ മാർക്സ് ഒക്കെ പറയുന്നത് എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ലോകത്ത് ഐഡിയ അല്ല ആദ്യം ഉണ്ടായത്, മെറ്റീരിയൽ ആണ് ആദ്യം ഉണ്ടായത്, മെറ്റീരിയലിൽ നിന്നാണ് ഐഡിയ ഉണ്ടായെന്ന് പറയുന്നുണ്ട്. പക്ഷേ ഈ പർട്ടിക്കുലർ എസ്സേ പറയുന്നത് എന്താണ്? ഐഡിയ ആണ് ആദ്യം ഉണ്ടായത്, ഐഡിയലിസ്റ്റിക് ഫിലോസഫിയാണ്. സോ ഐഡിയ ആദ്യം ഉണ്ടായി, ഈ ഐഡിയയിൽ നിന്നിട്ടാണ് എന്ത് ചെയ്യുന്നത്? നമ്മുടെ മെറ്റീരിയലിസ്റ്റിക് വേൾഡ് ഉണ്ടാവുന്നത് എന്നുള്ളതാണ്. ബുദ്ധ പറഞ്ഞത് അതാണ്. ബുദ്ധ എന്താണ് പറഞ്ഞത്? തോട്ടിൽ നിന്നാണ് നമ്മുടെ ലോകം ഉണ്ടായി വരുന്നത്, അല്ലെങ്കിൽ എന്താണ് നിങ്ങൾ തിങ്ക് ചെയ്യുന്നത് എന്താണോ അതാണ് നിങ്ങളെന്ന് പറയുന്നത്. സോ ഈ തോട്ടാണ് ആദ്യം എന്ത് ചെയ്യുന്നത്? ക്രിയേറ്റ് ചെയ്യുന്നത്. ഹ്യൂമൻ ബീങ്സിന്റെ തിങ്കിങ് കാപ്പബിലിറ്റീസ് അല്ലെങ്കിൽ തിങ്കിങ് എബിലിറ്റിയാണ് നമ്മുടെ മൈൻഡ് എന്ന് പറയുന്നതിനെ നമുക്ക് ഷേപ്പ് ചെയ്യുന്നത് നമുക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ നമ്മൾ ഫ്രീഡം സ്ട്രഗിളിന്റെ കാര്യങ്ങളൊക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഇത് ഐഡിയ ഓഫ് സത്യാഗ്രഹ, ഇപ്പൊ ഗാന്ധിയുടെ ഐഡിയ ഓഫ് സത്യാഗ്രഹ അല്ലെങ്കിൽ മാർട്ടിൻ ലൂതർ കിങ്ങിന്റെ ഐഡിയ ഓഫ് റെസിസ്റ്റൻസ് അഗെയിൻസ്റ്റ് വൈറ്റ് സുപ്രമസിക്കുള്ള റെസിസ്റ്റൻസിന് ഈ തോട്ടൊക്കെ വന്നത് ഇപ്പൊ ഗാന്ധിക്ക് എന്ത് ചെയ്യായിരുന്നു? പല ആളുകൾ പല രീതിയിൽ എന്ത് ചെയ്തിട്ടുണ്ട്? ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ആ സമയത്ത് പ്രൊട്ടസ്റ്റ് മൂവ്മെന്റ്സുകൾ നടത്തി.
നടത്തിയിട്ടുണ്ട്, ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് നയിച്ചിട്ടുണ്ട്. പക്ഷെ ഗാന്ധിയുടെ തോട്ട് ഓഫ് സത്യാഗ്രഹ കംസ് ഫ്രം ദ ഐഡിയ ദാറ്റ് അയാൾ എന്ത് ചെയ്യുന്നുണ്ട്, ഒരു പ്രത്യേക വേൾഡ് ക്രിയേറ്റ് ചെയ്യപ്പെടുന്നുണ്ട് ഇന്റേണലി. അതിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഒരുപാട് ഫിലോസഫികൾ ഉണ്ടാകുന്നു. ആ ഫിലോസഫിന്റെ ഭാഗമായിട്ട് ഒരു ഇൻഡിപെൻഡൻസ് മൂവ്മെന്റ് ഉണ്ടാകുന്നു. ആ ഇൻഡിപെൻഡൻസിന്റെ മൂവ്മെന്റിന്റെ ഭാഗമായിട്ട് നമുക്ക് ഇൻഡിപെൻഡൻസ് കിട്ടുന്നു. ആ തോട്ട് എന്താവുന്നതാണ്, ആക്ഷനായി മാറുന്നു, ഒരു പീസ്ഫുൾ മൂവ്മെന്റ് ആയി മാറുന്നു. ആ പീസ്ഫുൾ മൂവ്മെന്റിന്റെ റിസൾട്ട് ആയിട്ട് ഇൻഡിപെൻഡൻസ് നമുക്ക് വരുന്നു എന്ന് പറയാം. ഈ കോൺസ്റ്റിറ്റ്യൂഷൻ പ്രിൻസിപ്പിൾസ് നിങ്ങൾ നോക്കുകയാണെങ്കിൽ കോൺസ്റ്റിറ്റ്യൂഷനിൽ നിങ്ങൾക്ക് കാണാൻ പറ്റുന്ന ഒരു കാര്യമാണ് കോൺസ്റ്റിറ്റ്യൂഷണൽ ഐഡിയോളജീസ് ഓഫ് ലിബർട്ടി, ഇക്വാലിറ്റി, ഫ്രട്ടേണിറ്റി. ഇതെല്ലാ ഐഡിയോളജീസും നമ്മുടെ തോട്ട്സിൽ നിന്ന് അന്നത്തെ ആളുകൾ എന്താണ് ഇന്ത്യ എന്തായിരിക്കണം എന്ന് പറയുന്ന ഒരു ഇമാജിനറിയിലാണ്. കാരണം നിങ്ങൾ എന്തുകൊണ്ടാണ് ശ്രദ്ധിക്കണം എന്ന് വെച്ച് കഴിഞ്ഞാൽ, ഇന്ത്യ എന്ന് പറയുന്ന നേഷൻ എന്ന് പറയുന്ന സാധനം ആദ്യം ഉണ്ടായതല്ല. എന്താണ് ആദ്യം ഉണ്ടായത്? ഐഡിയ ആണ് ആദ്യം ഉണ്ടായത്. എന്തായിരുന്നു ഐഡിയ? നാഷണലിസം. ഏതായിരുന്നു ഐഡിയ അല്ലെ? ദ നാഷണലിസം എന്ന് പറയുന്ന ഐഡിയയിലാണ് നേഷൻ ഉണ്ടായി മാറിയിട്ടുള്ളത്. ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യം ഉണ്ടായത് 1947-ലാണ്. അതിന് മുന്നേ ഇന്ത്യ എന്ന് പറയുന്ന ഒരു രാജ്യമില്ല. ഫ്രാഗ്മെന്റഡ് ആയിട്ട് കിടക്കുന്ന ഒരുപാട് സ്റ്റേറ്റുകളായിരുന്നു. ഇതിനെ ഒന്നിപ്പിച്ച് എങ്ങനെ ഒരു രാജ്യമായി മാറണം എന്നുള്ള അന്നത്തെ ഇൻഡിപെൻഡന്റ് മൂവ്മെന്റ് നടത്തിയുള്ള ആ ലീഡേഴ്സിന്റെ ഗ്രേറ്റ് വിഷൻ തോട്ട്സുകളാണ് പിന്നീട് കോൺസ്റ്റിറ്റ്യൂഷന്റെ ഭാഗമായിട്ട് വന്നിട്ടുള്ള ആർട്ടിക്കിൾ 14, ആർട്ടിക്കിൾ 15, അതുപോലെ തന്നെ സെക്യുലറിസ്റ്റിക് പ്രിൻസിപ്പിൾസ് ഒക്കെ എന്ന് നമുക്ക് പറയാൻ പറ്റും. അപ്പം അങ്ങനെ രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാം, ഈ ടോപ്പിക്കിനെ നിങ്ങൾക്ക് ഇന്റർപ്രറ്റ് ചെയ്യാം. അതേപോലെ തന്നെ സോഷ്യൽ കൾച്ചറൽ ആസ്പെക്ട് നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ റിലീജിയൻസ് ആയിട്ട് നമ്മൾ റിലീജിയസ് അല്ലെങ്കിൽ റിലീജിയസ് മിത്തോളജീസ് ഒക്കെ നോക്കുകയാണെന്നുണ്ടെങ്കിൽ ഒരു കളക്റ്റീവ് തോട്ടിന്റെ ഭാഗമായിട്ടാണ് ഇത് വന്നിട്ടുള്ളത് അല്ലേ. ഇപ്പം നമ്മൾ ഒരു സാധനം നമ്മുടെ സൊസൈറ്റീൻ്റെ അടുത്ത് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ടാവും, ഒരു കളക്റ്റീവായിട്ട് നമ്മളൊരു സാധനം ബിലീവ് ചെയ്യുന്നുണ്ടാവും. അതിന്റെ ഭാഗമായിട്ടാണ് ആ സൊസൈറ്റിയിലെ കളക്റ്റീവ് ആസ്പെക്ട്സ് അല്ല. ഇപ്പം റിലീജിയൻ എന്ന് പറയുന്നത് ഒരു കൂട്ടം ആളുകൾ എന്ത് ചെയ്യുന്നു, ഒരു പർട്ടിക്കുലർ ഗോഡിൽ വിശ്വസിക്കുമ്പോഴാണ് റിലീജിയൻ എന്ന് പറയുന്ന ഒരു ഐഡിയോളജി ക്രിയേറ്റ് ചെയ്യപ്പെടുന്നത്. അല്ലെങ്കിൽ ഫെമിനിസ്റ്റ് ഐഡിയോളജി എന്ന് പറയുന്നത് ഡെവലപ്പ് ചെയ്യാനുള്ള കാരണം എന്താണ്, ഒരു ഗ്രൂപ്പ് ഓഫ് പീപ്പിൾ സ്റ്റാർട്ടഡ് ബിലീവിങ് ദാറ്റ് ഫെമിനിസം എന്ന് പറയുന്നത്, ജെൻഡർ ഇക്വാലിറ്റി എന്ന് പറയുന്നത് എന്താണ്, ഒരു നീഡാണ്. ഈ ഒരു തോട്ടിൽ നിന്നാണ് പാട്രിയാർക്കിയെ എഗെയിൻസ്റ്റ് ആയിട്ട് എന്ത് ചെയ്യണം, വർക്ക് ചെയ്യണം, പാട്രിയാർക്ക് എഗെയിൻസ്റ്റ് മൂവ്മെന്റ്സ് നടത്തണം എന്നുള്ള ഒരു തോട്ട് പ്രോസസ്സിൽ നിന്നാണ് നമുക്ക് എന്ത് ചെയ്യാം, ഫെമിനിസ്റ്റ് മൂവ്മെന്റ്സുകളൊക്കെ വന്നതെന്ന് പറയാം. ഇനി സയന്റിഫിക് ആയിട്ടുള്ള ആസ്പെക്ട്സ് നോക്കുകയാണെന്നുണ്ടെങ്കിൽ എല്ലാ സയന്റിഫിക് കാര്യങ്ങളും വരുന്നത് എന്താണ്, തോട്ടിൽ നിന്നാണ്. ഇപ്പം ഒരു ആർട്ടിഫിഷ്യൽ ഇന്റലിജൻസ് ആയിക്കോട്ടെ, അല്ലെങ്കിൽ നമ്മളിപ്പം റൈറ്റ് ബ്രദേഴ്സിന്റെ ഏവിയേഷൻ ഇൻഡസ്ട്രീസ്, അല്ലെങ്കിൽ നമ്മൾ ഫ്ലൈയിങ് കണ്ടുപിടിക്കുന്നത് എന്ത് ചെയ്യുന്നു, ഒരു തോട്ടിൽ നിന്നാണ്. ഐസക് ന്യൂട്ടൺ ഈ ആപ്പിള് വീണത് കണ്ട് അതിനകത്ത് ചിന്തയിൽ നിന്ന്, ആ തോട്ട് പ്രോസസ്സിന്റെ ആ ഇമാജിനറിയിൽ നിന്നുമാണ് എന്ത് ചെയ്യുന്നത്, കാര്യങ്ങൾ കണ്ടെത്തുന്നത്. ഇപ്പൊ സ്വപ്നങ്ങൾ കണ്ടതിന് ശേഷം ആളുകൾ എന്ത് ചെയ്യാറുണ്ട്, പുതിയ പുതിയ ഇന്നോവേഷൻസ് നടത്താറുണ്ട്. സോ ഇതൊക്കെ എന്താണ്, തോട്ട്സിന് ഇമ്പോർട്ടൻസ് കൊടുക്കുന്നു എന്നുള്ളതാണ്. അപ്പൊ തോട്ടിൽ നിന്ന് എന്ത് ചെയ്യുന്നു, നമ്മളൊരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നു. തോട്ട്സിൽ നിന്നാണ് നമ്മൾ എന്ത് ചെയ്യുക, ആളുകൾ എന്ത് ചെയ്യുക, പ്രോഗ്രസ് ആവാന്ന് പറയാം. പക്ഷെ ഇവിടെ ഒരു പ്രോബ്ലം ഉണ്ട്. ഈ തോട്ട്സ് എല്ലാം റിയാലിറ്റി ആവുക, തോട്ട്സിൽ നിന്ന് നമ്മളുടേതായ ഒരു വേൾഡ് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്നുണ്ട്. ഇപ്പം നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ, നമ്മൾ പല കാര്യങ്ങളും സ്വപ്നം കണ്ടിട്ടുണ്ട്. പക്ഷെ നമ്മൾ കണ്ട എല്ലാ സ്വപ്നങ്ങളും നമ്മൾ ചെയ്തിട്ടുണ്ടോ? ഇതൊരു കോൺഫ്ലിക്റ്റ് അല്ലേ? ഇവിടെയാണ് നമ്മുടെ കൗണ്ടർ ആർഗ്യുമെന്റിന്റെ പ്രോബ്ലം വരുന്നത്. എല്ലാ തോട്ടും ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുകയും അതേപോലെ ഒരു വേൾഡിനെ ഫൈൻഡ് ചെയ്യും, ഒരു വേൾഡിനെ ക്രിയേറ്റ് ചെയ്യുകയും ചെയ്യുന്നുണ്ടോ എന്നുള്ളതാണ് ചോദ്യം. ചില സമയത്ത് തോട്ടുകൾ എന്ത് ചെയ്യും, ഒരു വേൾഡ് ഉണ്ടാക്കിയിട്ടുണ്ടാവും ഉള്ളിൽ, പക്ഷെ ആ വേൾഡിനെ ഫൈൻഡ് ചെയ്തിട്ടുണ്ടാവും, പക്ഷെ ആ വേൾഡ് പിന്നീട് ക്രിയേറ്റ് ചെയ്തിട്ടുണ്ടാവില്ല. ഇത് രണ്ടും ഒന്നിച്ച് നടക്കണമെന്നില്ല. അവിടെയാണ് നമ്മുടെ ആക്ഷനും തോട്ടും തമ്മിലുള്ള റിയാലിറ്റി ഇരിക്കുന്നത്. ചില ആളുകൾ എന്ത് ചെയ്യുന്നു വെച്ച് കഴിഞ്ഞാൽ, അവരെന്ത് ചെയ്യും, അവർ ചിന്തിച്ചുകൊണ്ടേയിരിക്കും, തോട്ടും ഉണ്ടാവും, പക്ഷേ ദർ വോണ്ട് ബി എനി ആക്ഷൻ. തോട്ട് വിത്തൗട്ട് ആക്ഷൻ എന്താണ്, യൂസ്ലെസ് ആണെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. തോട്ട്സ് ചെയ്തു പക്ഷെ അത് ആക്ഷൻ ആക്കുന്നില്ല എന്നുണ്ടെങ്കിൽ അതൊരിക്കലും മെറ്റീരിയൽ റിയാലിറ്റി ആയിട്ട് മാറില്ല. അപ്പൊ നമ്മൾ കാണുന്ന തോട്ട്സ് എന്ത് ചെയ്യണം, നമുക്ക് ആക്ഷൻ ആക്കി മാറ്റണം. എന്നാൽ മാത്രമേ എന്ത് ചെയ്യാൻ പറ്റുള്ളൂ, അതൊരു റിയാലിറ്റി ആവുള്ളൂ എന്ന് പറഞ്ഞ് നമുക്ക് ആർഗ്യൂ ചെയ്യാം. സോ തോട്ടിനെ പോലെ തന്നെ എന്ത് ഇമ്പോർട്ടൻ്റ് ആണ്, ആക്ഷൻ ഇമ്പോർട്ടൻ്റ് ആണ്. അതേപോലെ തന്നെ മറ്റൊരു കാര്യമാണ്, എത്രത്തോളം ചിന്തിക്കണം. തോട്ട് എന്ന് പറയുന്നതിൽ ഓവർ തിങ്കിങ് എന്ന് പറയുന്നത് ഇന്ന് നമ്മൾ കോമൺ ആയി കാണുന്ന ഒരു പ്രോബ്ലം ആണ് അല്ലെ. ഈ ഓവർ തിങ്കിങ്ങിന്റെ പ്രോബ്ലം എന്താണ്, നമ്മൾ ചിന്തിച്ചുകൊണ്ടേയിരിക്കുന്നു എന്നുള്ളതാണ്. പക്ഷെ നമ്മൾ അവിടെ എന്ത് ചെയ്യുന്നില്ല, ആക്ഷൻ എടുക്കുന്നില്ല. അപ്പോൾ കൃത്യമായിട്ടുള്ള ഒരു ആക്ഷൻ എടുക്കുന്ന സമയത്താണ് നമ്മൾ എന്ത് ചെയ്യുക, തോട്ടിൽ റിയാലിറ്റിയോടുകൂടി വന്ന് നമ്മളൊരു ആക്ഷനോട് എടുക്കുമ്പോഴാണ് തോട്ട് എന്ത് ചെയ്യുക, കൃത്യമായി വരുന്നു എന്നുള്ള രീതിയിൽ നമുക്ക് പറയാം. അതുപോലെ തന്നെ രണ്ടാമത്തെ ഒരു ഫാക്ടറാണ് മിസ്ഗൈഡഡ് ആയിട്ടുള്ള തോട്ട്സ് വരുന്നു. ഐഡിയോളജീസ് എന്ത് ചെയ്യുന്നു, ഹാംഫുൾ ആയിട്ടുള്ള തോട്ടുകൾ ക്രിയേറ്റ് ചെയ്യപ്പെടുന്നു എന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പൊ ഡിസ്ട്രക്റ്റീവ് തോട്ട്സുകൾ വരുന്നു. ഇപ്പൊ നാസി ഐഡിയോളജീസ് എന്തായിരുന്നു, അതും ഒരു തോട്ടിൽ നിന്ന് വന്നതല്ലേ. നാസി ഐഡിയോളജീസ് വന്നത് തോട്ടിൽ നിന്നാണ്. ഫാസിസ്റ്റ് ഐഡിയോളജീസ് വരുന്ന തോട്ടുകളിൽ നിന്നാണ്. ഈ തോട്ടുകൾ സൊസൈറ്റിക്ക് റൈറ്റ്ഫുൾ ആയിട്ട് വരില്ല. ഇതെന്താണ്, റോങ്ഫുൾ ആയിട്ടുള്ള അൺഎത്തിക്കൽ ആയിട്ടുള്ള തോട്ട്ഫുൾ ആണ്. ദിസ് വിൽ ലീഡ് ടു ദ സൊസൈറ്റി ബാക്ക്വേർഡ്. അതാണ് ഇതിനെന്ത് ചെയ്യില്ല, ഒരു പ്രോഗ്രസീവ് സൊസൈറ്റി ആയിട്ട് ഒരു പുതിയ വേൾഡ് അവിടെ ക്രിയേറ്റ് ചെയ്യുകയല്ല ചെയ്യുന്നത്, റാദർ ആ സൊസൈറ്റിനെ എന്ത് ചെയ്യുന്നു, ഡിസ്ട്രക്ട് ചെയ്യുക എന്ന രീതിയിൽ നമുക്ക് ആർഗ്യൂ ചെയ്യാൻ പറ്റും. അതുപോലെ തന്നെ തോട്ടിൽ നിന്ന് മാത്രമല്ല, തോട്ട്സും അതുപോലെ തന്നെ എക്സ്പീരിയൻസും വളരെ ഇമ്പോർട്ടൻ്റ് ആണ്. ഇപ്പൊ ചില റിയാലിറ്റീസ് എന്ത് ചെയ്യുന്നു, ക്യാൻ ബി ക്രിയേറ്റഡ് ഓർ അണ്ടർസ്റ്റുഡ്
ത്രൂ ദ തോട്ട്സ് അലോൺ. നമുക്ക് എന്ത് ചെയ്യാൻ പറ്റില്ല, ചിലത് മനസ്സിലാക്കാൻ പറ്റിയെന്ന് വരില്ല, ചിലത് നമ്മൾ എക്സ്പെരിമെന്റ് ചെയ്യുമ്പോഴായിരിക്കും നമുക്ക് അതിന്റെ യഥാർത്ഥത്തിലുള്ള പെയിൻ അറിയാം. ഇപ്പൊ നിങ്ങൾ ആലോചിക്കുക, നമ്മളിപ്പം പോവർട്ടിയുടെ കാര്യം പറയുന്നു, പക്ഷെ പോവർട്ടിയുടെ കാര്യം നമ്മൾ എത്ര എമ്പത്തറ്റിക് ആവാൻ നിന്നാലും പോവർട്ടി ഒരു പ്രാവശ്യം എക്സ്പീരിയൻസ് ചെയ്ത ആളെ സംബന്ധിച്ചോളം അയാൾക്ക് കൂടുതൽ ആ പോവർട്ടിയെ പറ്റി റിലേറ്റ് ചെയ്യാനും അതിന്റെ ബേസ് ചെയ്ത് പോളിസീസ് ഉണ്ടാക്കാനും പറ്റും കമ്പയർ ടു ഒരിക്കലും ജീവിതത്തിൽ പോവർട്ടി അനുഭവിക്കാത്ത ഒരാളെ വെച്ച് നോക്കുമ്പോൾ. അപ്പം ചില കാര്യങ്ങൾക്ക് ടോട്ടൽ ഇമാജിനേഷന് നമുക്ക് ആ ഫീൽ ചെയ്യുന്നതിന് ചിലപ്പോൾ ലിമിറ്റേഷൻസ് ഉണ്ടായേക്കാം. അപ്പൊ ആ ലിമിറ്റേഷൻസിനെ എവിടെ കോംപ്ലിമെന്റ് ചെയ്യാൻ പറ്റണം, നമ്മുടെ എക്സ്പീരിയൻസ് കൂടി വെക്കുമ്പോഴാണ് ആ ഒരു സാധനം കോംപ്ലിമെന്റ് ചെയ്യുക എന്നുള്ള രീതിയിൽ നിങ്ങൾക്ക് പറയാൻ പറ്റും. അതേപോലെ തന്നെ ലിമിറ്റ്സ് ഓഫ് ഹ്യൂമൻ തോട്ട്സിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റും. ഇപ്പൊ ചില സമയത്ത് നമ്മൾ തോട്ട്സ് വെക്കും, ആ തോട്ടിന്റെ പ്രോബ്ലം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തോട്ട് റിയാലിറ്റി ആക്കാനുള്ള ഒരു ടെക്നോളജിക്കൽ അഡ്വാൻസ്മെന്റോ ടെക്നോളജിക്കൽ പെർസ്പെക്റ്റീവോ ആ ഒരു ഫെസിലിറ്റി ആ സമയം കൺഡ്യൂസീവ് എൻവയോൺമെന്റ് ആ സമയം നമുക്ക് ഉണ്ടായിരിക്കണമെന്നില്ല. ഇതിനനുസരിച്ച് തോട്ട്സിന് എന്ത് സംഭവിക്കും, തോട്ട്സ് ചിലപ്പോൾ റിയാലിറ്റി ആവാതെ ആ വേൾഡ് ഫൈൻഡ് ആവാതെ പോകാനുള്ള ചാൻസസ് ഉണ്ട്. ഇപ്പൊ ഇവിടെ നമ്മൾ 2 ആർഗ്യുമെന്റ് പറഞ്ഞു, തോട്ട്സ് എങ്ങനെയാണ് നമ്മൾ ഉള്ളിലുള്ള ഒരു വേൾഡ് ക്രിയേറ്റ് ചെയ്യുന്നതും തോട്ട്സ് എങ്ങനെയാണ് പുറത്തേക്ക് ആ ഉള്ളിലുള്ള വേൾഡിനെ പുറത്തേക്ക് കൊണ്ടുവരുന്നത് എന്നുള്ളതാണ് നിങ്ങൾ ഇവിടെ കണക്ട് ചെയ്ത് പോകേണ്ടത്. നേരത്തെ നമ്മൾ കണ്ടിട്ടുള്ള ഡയമെൻഷൻസിനൊക്കെ നിങ്ങൾ ആ രീതിയിൽ ലിങ്ക് ചെയ്യണം. അതിനുശേഷം ഇങ്ങനെ ഉള്ളിലുള്ള എല്ലാ തോട്ട്സും പുറത്തേക്ക് ഒരു വേൾഡിനെ ഫൈൻഡ് ചെയ്യില്ല. ഉള്ളിൽ ആ വേൾഡ് ഉണ്ട് എന്ന് വിചാരിച്ചിട്ട് അത് പുറത്തേക്ക് വരണം എന്ന് നിർബന്ധമില്ല. അത് വരണം എന്നുണ്ടെങ്കിൽ നമ്മൾ എന്ത് ചെയ്യണം, ദർ ആർ സർട്ടൻ കണ്ടീഷൻ. ഈ കണ്ടീഷനിൽ ഒന്നും ഇതെന്ത് ചെയ്യുന്നില്ല, കൃത്യമായിട്ട് ചിലപ്പം വരണമെന്നില്ല. മിസ് തോട്ട് ആവാം, അതുപോലെ മിസ് ജഡ്ജ്മെന്റ് ആവാം, അല്ലെങ്കിൽ എക്സ്പെരിമെന്റ് ഇല്ലാത്തതിന്റെ അല്ലെങ്കിൽ എക്സ്പീരിയൻസ് ഇല്ലാത്തതിന്റെ പ്രോബ്ലംസ് ആവാം, ലിമിറ്റേഷൻ ഓഫ് ഇൻഫ്രാസ്ട്രക്ചർ ആവാം. ഈ രീതിയിൽ നിങ്ങൾക്ക് എഴുതാം. ഇനി അത് മാത്രമല്ല, തോട്ടിൽ നിങ്ങൾക്ക് എപ്പോഴും എഴുതേണ്ടതെന്ന് വെച്ച് കഴിഞ്ഞാൽ ഒരു ഇൻഡിവിജ്വൽ തോട്ട് കൊണ്ട് മാത്രം ചിലപ്പം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റിയെന്ന് വരില്ല, ഒരു വേൾഡ് എക്സ്റ്റേണൽ വേൾഡിലേക്ക് ചേഞ്ച് വരുത്താൻ പറ്റിയെന്ന് വരില്ല. ഇന്റേണലി നിങ്ങൾ ഒരു വേൾഡ് കണ്ടുവരുത്തിയിട്ടുണ്ടാവും, പക്ഷേ നിങ്ങളുള്ള തോട്ട് ഒരു സൊസൈറ്റിന്റെ തോട്ട് ആക്കാൻ നിങ്ങൾക്ക് നിങ്ങൾ മാത്രം വിചാരിച്ചതുകൊണ്ട് അത് പോസിബിൾ ആവണമെന്ന് നിർബന്ധമില്ല. അപ്പൊ അത് എങ്ങനെയായിരിക്കും നിങ്ങളുടെ തോട്ട് ഒരു സൊസൈറ്റിയുടെ തോട്ടാവുന്നത്? നിങ്ങളുടെ തോട്ട് പോലെ തന്നെ മറ്റ് സൊസൈറ്റിയിലെ ആളുകളും ആ തോട്ട് അംഗീകരിക്കുകയും അവർ ആ തോട്ടിനോടുകൂടി അലൈൻഡ് ആയി ഹാർമണി വരുമ്പോഴാണ് അതൊരു സൊസൈറ്റീന്റെ ഒരു റിയാലിറ്റി ആയി വരുന്നതെന്ന് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. ഇപ്പം നിങ്ങൾ ആലോചിക്കുക, പലപ്പോഴും പല തോട്ടുകൾ, ഇപ്പം ഗലീലിയോ ഗലീലി എന്ത് ചെയ്യുന്നുണ്ട്, ഇനിഷ്യലി തോട്ടോടുകൂടി ഇനിഷ്യലി പറയുന്ന ഒരു സാധനമുണ്ട്. അതായത് എന്താണ്, എർത്ത് എന്ന് പറയുന്നത് അല്ലെങ്കിൽ വേൾഡ് എന്ന് പറയുന്നത് ജിയോസെൻട്രിക് വേൾഡ് അല്ല, ഇറ്റ് ഈസ് ആൻ ഹീലിയോസെൻട്രിക് വേൾഡ് എന്ന് പറയുന്ന സമയത്ത് ആരും വിശ്വസിക്കുന്നില്ല. അദ്ദേഹത്തെ പണിഷ് ചെയ്യാണ് ചെയ്യുന്നത്. സോക്രട്ടീസ് തോട്ട്ഫുൾ ആയിട്ട് ഒരു ചേഞ്ചിനെ പറ്റി പറഞ്ഞപ്പോൾ സോക്രട്ടീനെ പോയിസൺ കൊടുത്ത് കൊല്ലുകയാണ് ചെയ്യുന്നത്. സോ തോട്ട് ഇനിഷ്യലി റെസിസ്റ്റ് ചെയ്യും. ഇൻഡിവിജ്വൽ ഒരു തോട്ട് വരുന്ന സമയത്ത് റെസിസ്റ്റ് ചെയ്യും. പുതിയ ഇന്നോവേഷൻസ് വരുന്ന സമയത്ത് പല ആളുകളും മണ്ടത്തരാന്ന് പറയാറുണ്ട് അല്ലെ. അപ്പൊ പിന്നീട് എന്ത് ചെയ്യുന്നു, അതൊരു റിയാലിറ്റി ആയി മാറുമ്പോൾ മാത്രമാണ് അത് ആളുകൾ അംഗീകരിക്കുക. സോ അത് സൊസൈറ്റിന് അംഗീകാരം വരുന്ന ഒരു ലിമിറ്റേഷൻ എന്നൊരു ആംഗ്ലോടി വേണമെങ്കിൽ നിങ്ങൾക്ക് ഇതിനകത്ത് ആഡ് ചെയ്യാം. അല്ലെങ്കിൽ അതേപോലെ തന്നെ നിങ്ങൾക്ക് എന്ത് ചെയ്യാം, ഈ തോട്ട്ഫുൾ ആയ സിറ്റുവേഷൻസ് ഇന്ന് നമ്മൾ ക്രിയേറ്റ് ചെയ്യുന്ന തോട്ട്സ് എന്താണ് പിന്നീട് നാളത്തെ റിയാലിറ്റി ആയി മാറാം. ഇപ്പൊ നമുക്ക് ഇവിടെ തന്നെ ഇപ്പൊ ജോൺ എഫ് കാനഡിന്റെ ഒരു എക്സാമ്പിൾ ഞാൻ ഇവിടെ കൊടുത്തിട്ടുണ്ട്. ഇവിടെ എന്താണ് പറയുന്നത്, ജോൺ എഫ് കാനഡിയിൽ നമ്മൾ എന്താണ്, അദ്ദേഹം വേൾഡ് കോൾഡ് വാർ പീരീഡിന്റെ സമയത്ത് എന്ത് ചെയ്യുന്നു, നമ്മൾ മുകളിൽ പോകണം എന്ന് പറയുന്നു, മുകളിൽ കാല് കുത്തണം എന്ന് പറയുന്ന സമയത്ത് ഇറ്റ് നെവർ മെയ്ഡ് എ സെൻസ് അല്ലെ, ആരും ഒരു സെൻസ്ഫുൾ ആയിരുന്നില്ല. അന്നത്തെ ടെക്നോളജി അന്ന് പറ്റിയിട്ടുണ്ടല്ല, സയന്റിസ്റ്റ് അത് ബിലീവ് ചെയ്തിരുന്നില്ല. ബട്ട് ആഫ്റ്റർ 80 years വാട്ട് ഹാപ്പൻ, ദ ഹിസ്റ്ററി ഹാപ്പൻ. എന്തായിരുന്നു, നീൽ ആംസ്ട്രോങ് എന്ത് ചെയ്തു, മുകളിൽ കാലുകുത്തി എന്നുള്ളതാണ്. സോ എപ്പോഴും എന്ത് ചെയ്യുന്നുണ്ട്, തോട്ട്സ് നമുക്ക് റിയാലിറ്റി ആയി മാറും എന്നുള്ള രീതിയിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പറയാൻ പറ്റും. ആൻഡ് ലാസ്റ്റ് എസ്സേ ഓഫ് സെക്ഷൻ എ എന്ന് പറയുന്നത് ബെസ്റ്റ് ലെസൺസ് ആർ ലേൺ ത്രൂ ബിറ്റർ എക്സ്പീരിയൻസ് എന്നുള്ളതാണ്. ഇത് വളരെ റിപ്പീറ്റഡ് ആയിട്ട് UPSC ചോദിക്കുന്ന ഒരു ടോപ്പിക്കാണ്. പൊതുവെ ഈ വർഷത്തെ പേപ്പറിൽ മോസ്റ്റ് ഓഫ് ദ ആസ്പിരൻസും എഴുതാൻ ചാൻസ് ഉള്ള ഒരു എസ്സേ എന്ന് പറയുന്നത് ബെസ്റ്റ് ലെസൺസ് ആർ ലേൺ ത്രൂ ബിറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്ന ടോപ്പിക് തന്നെയാണ്. കാരണം PYQൽ ഒരുപാട് തവണ ചോദിച്ചിട്ടാണ്. വളരെ റിലേറ്റീവായിട്ട് നിങ്ങൾക്ക് എഴുതാനും ചെറിയ കണ്ടന്റ് കൊണ്ട് നിങ്ങൾക്ക് പൂർത്തീകരിക്കാനും പറ്റുന്ന ഇതാണ്. ഇതിന്റെ കാര്യം എന്താണ്, നമ്മൾ പാഠങ്ങൾ പഠിക്കുന്നത് എവിടെ നിന്നാണ്, കൈപ്പുള്ള എക്സ്പീരിയൻസുകളിൽ നിന്നാണ് പാഠങ്ങൾ പഠിക്കുന്നതെന്നാണ് പറയുന്നത്. അതായത് ബാഡ് എക്സ്പീരിയൻസിൽ നിന്നാണ് നമ്മൾ ലേൺ ചെയ്യുന്നത് എന്നുള്ളതാണ്. അപ്പം നമ്മളിവിടെ ഫസ്റ്റ് ആർഗ്യുമെന്റിൽ നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എന്തുകൊണ്ടാണ് ബാഡ് എക്സ്പീരിയൻസ് കൊണ്ട് ആളുകൾക്ക് ലേൺ ചെയ്യാൻ പറ്റുന്നത് എന്ന് പറയുന്നത് നിങ്ങൾക്ക് എക്സ്പ്ലെയിൻ ചെയ്യാം. കാരണം നമ്മൾ എപ്പോഴും പഠിക്കുന്നത് ഫെയിലിയേഴ്സ് നിന്നാണ് അല്ലേ. നമ്മൾ തന്നെ പറയാറുണ്ട്, ഫെയിലിയേഴ്സ് ആർ ദ സ്റ്റെപ്പിംഗ് സ്റ്റോൺസ് ടു സക്സസ്. പറയാൻ കാരണം എന്താണ്, ബിക്കോസ് ത്രൂ ഫെയിലിയേഴ്സ് വി വിൽ ഗോ ഇൻട്രോസ്പെക്ഷൻ. നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മളെ തന്നെ ഒന്നും കൂടി ഇരുന്ന് പഠിക്കുന്നു. അതിൽ എന്തൊക്കെ പ്രശ്നങ്ങളാണ് നമുക്ക് പറ്റിയെന്ന് നമ്മൾ അനലൈസ് ചെയ്യുന്നു. ആ അനലൈസിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, എന്താണ് സഫറിങ്, അതുപോലെ തന്നെ ആ ഹാർഡ്ഷിപ്പിന്റെ ഭാഗമായിട്ട് നമ്മൾ ഔട്ട് ഓഫ് കംഫർട്ട് സോൺ പോവുകയും പുതിയ ക്രിയേറ്റീവായിട്ട് നമ്മൾ ചിന്തിക്കാനും ഔട്ട് ഓഫ് ബോക്സിങ് തിങ്ക് വരാനും അത് സക്സസിലേക്ക് ലീഡ് ചെയ്യുന്നു. അതുകൊണ്ട് പാസ്റ്റ് എക്സ്പീരിയൻസ്, മോശമായ പാസ്റ്റ് എക്സ്പീരിയൻസ് നമ്മൾ എന്ത് ചെയ്യും, ചേഞ്ചിലേക്ക് പോകും. സക്സസ് എപ്പോഴും നമുക്ക് കംഫോർട്ട് സോൺ ആണ്. കാരണം സക്സസിലൂടെ ഒരു സാധനം ചെയ്ത് നമ്മൾ സക്സസ് ആകുമ്പോൾ നമുക്ക് വിചാരിക്കുന്നത് എന്താണ്, ഇവിടെ ഇങ്ങനെ ചെയ്താൽ സക്സസ് ആവും. പിന്നീട് നമ്മൾ എന്ത് ചെയ്യില്ല, നമ്മൾ ചെയ്തതിനെ പറ്റി നമ്മൾ ചിലപ്പം ഇൻട്രോസ്പെക്ട് ചെയ്തില്ല, അതിനെ റിഫ്ലക്ട് ചെയ്തില്ല എന്ന് വരും. അപ്പൊ അത് എന്ത് ചെയ്യാം, ചില സമയത്ത് ആ സക്സസ് ഷോർട്ട് ടൈം ആയി പോകാനുള്ള ചാൻസസ് ഉണ്ട്. അപ്പം നമ്മൾ
ഒരിക്കലും ഫെയിലിയറിലേക്ക് അല്ലെങ്കിൽ നമ്മൾ ബിറ്റർ എക്സ്പീരിയൻസിലേക്ക് പോകുമ്പോൾ നമുക്കുള്ള ഒരു ഗുണം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ദാറ്റ് വിൽ ബ്രേക്ക് അവർ കോംപ്ലൻസി. നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നമ്മൾ സ്ഥിരമായി ചെയ്യുന്ന ആ ഒരു കസ്റ്റം അല്ലെങ്കിൽ കംപ്ലയൻസ് എന്ത് ചെയ്യുന്നുണ്ട്, അത് ബ്രേക്ക് ചെയ്യുന്നു. അതേപോലെ തന്നെ നമുക്ക് റെസിലിയൻസ്, നമ്മൾ എത്രത്തോളം എന്തെങ്കിലും ഒരു ഫെയിലിയർ വരുമ്പോഴാണ്, ഇപ്പോൾ UPSC ആസ്പിറൻസ് സംബന്ധിച്ചോളം ദേ ആർ ദ ബെസ്റ്റ് എക്സാമ്പിൾസ് ഓഫ് റെസിലിയന്റ് വാരിയേഴ്സ്. പല തവണ ഫെയിലിയർ ഉണ്ടെങ്കിലും എന്ത് ചെയ്യും, റിപ്പീറ്റഡ് ആയിട്ട് നമ്മൾ വീണ്ടും അതിനോട് പരിശ്രമിക്കാൻ കാരണം എന്താണ്, ഫ്രം ഫെയിലിയേഴ്സ് വി വിൽ അണ്ടർസ്റ്റാൻഡ്, വി ലേൺ ആൻഡ് നമ്മൾ എന്ത് ചെയ്യുന്നു, നമ്മൾ ഇംപ്രൂവ് ചെയ്യുന്നു. നമ്മൾ എന്ത് ചെയ്യുന്നു, ബെറ്റർ ടെസ്റ്റ് സീരീസ് എടുക്കുന്നു, ബെറ്റർ പ്രോഗ്രാംസുകൾ നമ്മൾ ചെയ്തതിന് ശേഷം അല്ലെങ്കിൽ നമ്മൾ സ്ട്രാറ്റജീസ് ബെറ്റർ ആക്കിയിട്ട് നമ്മൾ വീണ്ടും അറ്റംപ്റ്റ് ചെയ്ത് നമ്മൾ സക്സസിലേക്ക് എത്തുന്നത് നമുക്ക് കാണാൻ പറ്റും. അതേപോലെ തന്നെ ഫെയിലിയറിന്റെ കാര്യത്തിൽ ഒരു ഫെയിലിയർ വരുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാവുക വാട്ട് വെന്റ് റോങ് എന്നുള്ള ഒരു അനാലിസിസ്, എവിടെയൊക്കെയാണ് നമ്മുടെ വീക്ക്നെസ് എന്നുള്ളത് നമുക്ക് ഫൈൻഡ് ചെയ്യാൻ പറ്റും. അപ്പൊ അതൊരു ഫെയിലിയറിലൂടെ മാത്രമായിരിക്കും നമ്മൾ എന്ത് ചെയ്യുക, ഫൈൻഡ് ചെയ്യാന്നുള്ളത്. സോ അതിന്റെ ഒരു ഏറ്റവും ഇമ്പോർട്ടന്റ് ആയ ഭാഗം എന്ന് വെച്ച് കഴിഞ്ഞാൽ ഈ ഫെയിലിയർ മനസ്സിലാവും, വീക്ക്നെസ് മനസ്സിലായി കഴിഞ്ഞ് കഴിഞ്ഞാൽ പിന്നീട് നമുക്ക് എന്ത് ചെയ്യാം, ഒരു വീക്ക്നെസ് എപ്പോഴാണ് എൻഡ് ചെയ്യുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ വൺസ് യു അണ്ടർസ്റ്റുഡ് ദ വീക്ക്നെസ്, ആ വീക്ക്നെസ് അവിടെ ഇല്ലാതായതാണ് ചെയ്യുക. കാരണം നമ്മൾ എന്ത് ചെയ്യും, ഓട്ടോമാറ്റിക്കലി വി സ്റ്റാർട്ട് ടു ടേക്ക് എഫോർട്ട് ടു മേക്ക് ദാറ്റ് വീക്ക്നെസ് എന്ത് ചെയ്യാൻ നോക്കുക, അത് ബാലൻസ് ചെയ്യാൻ വേണ്ടി നമ്മൾ നോക്കും. അതുകൊണ്ട് എന്ത് ചെയ്യും, ഫെയിലിയേഴ്സ് നമ്മുടെ ഗ്രോത്തിലേക്കും വിസ്ഡത്തിലേക്കും മച്യൂരിറ്റിയിലേക്കും ഒക്കെ നമ്മൾ മുന്നോട്ട് കൊണ്ടുപോകുന്നതാണ്. സോ സക്സസ് എന്ന് പറയുന്നത് എന്താണ്, വളരെ സ്വീറ്റ് ആണെങ്കിലും അത് എന്ത് ചെയ്യാറില്ല, റിഫ്ലക്ഷനെ ഫോഴ്സ് ചെയ്യാറില്ല, അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നില്ല, സക്സസ് ഇരിക്കുന്ന സമയത്ത് ആളുകൾ ഇൻട്രോസ്പെക്ഷൻ ചെയ്യാറില്ല, അല്ലെങ്കിൽ ചെയ്യുന്നത് വളരെ കുറവായിട്ട് നമുക്ക് കാണാൻ പറ്റും. അപ്പം ഏറ്റവും നല്ലതെന്ന് പറയുന്നത് നമ്മൾ എവിടെ നിന്നാണ് ഏറ്റവും കൂടുതൽ ലേണിങ്സ് എടുക്കുന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ നമുക്ക് ഉണ്ടാവുന്ന ഫെയിൽഡ് ആയിട്ടുള്ള അല്ലെങ്കിൽ ബിറ്റർ ആയിട്ടുള്ള എക്സ്പീരിയൻസ് ആണ്. ഇപ്പൊ ഗാന്ധിയുടെ കാര്യം ആലോചിച്ചു, ഗാന്ധി ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിലേക്ക് വരാനുള്ള റീസൺ തന്നെ എന്താണ്, ഒരു മോശപ്പെട്ട ഒരു എക്സ്പീരിയൻസ് ഉണ്ടാവുന്നു. ആ എക്സ്പീരിയൻസിൽ നിന്നുള്ള ലെസൺസ് കൊണ്ടാണ് ഇവിടെ എന്തുണ്ട്, കൊളോണിയൽ റൂൾസ് ഉണ്ട്, ഈ കൊളോണിയൽ റൂൾസ് നമുക്ക് നല്ലതല്ല എന്നുള്ള ഒരു ബിറ്റർ എക്സ്പീരിയൻസ് വന്നപ്പോഴാണ് ഗാന്ധി എന്ത് ചെയ്യുന്നത്, തിരിച്ച് ഇന്ത്യയിലേക്ക് വരാൻ ആഗ്രഹിക്കുന്നതും അല്ലെങ്കിൽ എന്ത് ചെയ്യുന്നു, പിന്നീട് ഒരു ഹിസ്റ്ററി തന്നെ മാറ്റിമറിക്കുന്നത്. സോ ഇവിടെയൊക്കെ നമുക്ക് കാണാൻ പറ്റും. ഇപ്പൊ നമ്മൾ സെക്കൻഡ് വേൾഡ് വാറിന് ശേഷം, ഇപ്പോൾ ഫസ്റ്റ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്ന എക്സ്പീരിയൻസും അതുപോലെ തന്നെ സെക്കൻഡ് വേൾഡ് വാറിൽ ഉണ്ടായിരുന്ന ഹ്യൂജ് ഡിസ്ട്രക്ഷൻസിൽ നിന്നും ആ ഒരു ബാഡ് എക്സ്പീരിയൻസിൽ നിന്നാണ് UN എന്ന് പറയുന്ന ഒരു ഇൻസ്റ്റിറ്റ്യൂഷന്റെ, ഒരു സ്ട്രോങ് ഇൻസ്റ്റിറ്റ്യൂഷന്റെ ഫൗണ്ടേഷൻ തന്നെ വരുന്നത് അല്ലേ. കാരണം അതുകൊണ്ട് സെക്കൻഡ് വേൾഡ് വാറിൽ നമ്മൾ അത്രയും പ്രൈസ് അതിന് വേണ്ടി കൊടുക്കേണ്ടി വന്നു. അപ്പോൾ അതിന്റെ ഭാഗമായിട്ട് നമ്മൾ എന്ത് ചെയ്യുന്നു, ഇനി അത്തരത്തിലൊരു എക്സ്പീരിയൻസ് നമുക്ക് ഉണ്ടാവാൻ പാടില്ല എന്ന് വെച്ചിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ആ ഒരു മോശപ്പെട്ട എക്സ്പീരിയൻസ് വി സ്റ്റാർട്ടഡ് ലേണിംഗ് എന്നുള്ളതാണ്. അതേപോലെ തന്നെ ഫിലോസഫിക്കൽ ആംഗിൾ ഒക്കെ നിങ്ങൾ നോക്കുകയാണെന്നുണ്ടെങ്കിൽ നമുക്ക് എപ്പോഴും പറയാൻ പറ്റും, ഇപ്പോൾ ബുദ്ധിസ്റ്റ് ഫിലോസഫി ആണെങ്കിലും ഒക്കെ നമുക്ക് എന്താണ്, നമ്മുടെ എക്സ്പീരിയൻസിൽ നിന്നാണ് അല്ലെങ്കിൽ ബാഡ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുക എന്നുള്ളതാണ് നമ്മൾ പറയുന്നത്. അഡ്വേഴ്സിറ്റിയിൽ നിന്നാണ് സ്ട്രെങ്ത് വരിക എന്നുള്ളതാണ് പല ഫിലോസഫിക്കലി, വെസ്റ്റേൺ ഫിലോസഫിക്കായ സ്റ്റോയിസിസ് ഒക്കെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അഡ്വേഴ്സിസ് ഹ്യൂമൻസിന് എന്ത് ചെയ്യുന്നു, അഡ്വേഴ്സിസ് വരുമ്പോൾ നമ്മൾ സ്ട്രെങ്ത് ആവുന്നു എന്നാണ് പറയുന്നത്. ഈവൻ ബയോളജിക്കലി തിയറി നോക്കുകയാണെന്നുണ്ടെങ്കിലും സർവൈവൽ ഓഫ് ദ ഫിറ്റസ്റ്റ് ആണ്. സർവൈവൽ പ്രോബ്ലംസ് വരുന്ന സമയത്താണ് അല്ലെങ്കിൽ നമ്മുടെ എന്ത് ചെയ്യുന്നു, ടഫ് സിറ്റുവേഷൻസ് വരുമ്പോഴാണ് നമ്മൾ എന്ത് ചെയ്യുക, അതിൽ നിന്ന് ലേണിങ്സ് കൂടുതൽ എടുക്കുക എന്നുള്ളതാണ്. ഫോർ എക്സാമ്പിൾ നിങ്ങൾ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ പാൻഡമിക് വന്ന സമയത്ത് ഒരു ഡിഫിക്കൽട്ട് സിറ്റുവേഷൻ ആയിരുന്നു അല്ലെ, ഒരു ബാഡ് എക്സ്പീരിയൻസ് ആയിരുന്നു. ആ ബാഡ് എക്സ്പീരിയൻസിന്റെ സമയത്താണ് നമ്മുടെ യഥാർത്ഥ വീക്ക്നെസ്, ഇന്ത്യയുടെ ഒരു വീക്ക്നെസ് ആയിരുന്നു ബാഡ് ഇൻവെസ്റ്റ്മെന്റ് ടു അല്ലെങ്കിൽ ലോ ഇൻവെസ്റ്റ്മെന്റ് ടു ഹെൽത്ത് സെക്ടർ എന്ന് പറയുന്നത്. ഈ ഹെൽത്ത് സെക്ടറിൽ ലോ ഇൻവെസ്റ്റ്മെന്റ് ആണ് എന്നുള്ളതും ഇത് ഹെൽത്ത് സെക്ടർ ഇന്ത്യയിൽ വീക്ക് ആണെന്നുള്ളതും നമുക്ക് ഈ ഒരു ബാഡ് എക്സ്പീരിയൻസ്, ബിറ്റർ എക്സ്പീരിയൻസ് എന്നാണ് മനസ്സിലായിട്ടുള്ളത്. അതിനുശേഷമാണ് നമ്മൾ എന്ത് ചെയ്തത്, കൂടുതൽ എഫേർട്സ് എടുത്തിട്ട് വി സ്റ്റാർട്ടഡ് പുട്ടിംഗ് ലോട്ട് ഓഫ് മണി ഇൻ ടു ഹെൽത്ത് സെക്ടർ. നമ്മൾ ഇൻഷുറൻസ് സെക്ടർ മോഡലിലേക്ക് പോകുന്നു. വി ആർ ഗോയിങ് ഫോർ ജന ആരോഗ്യ യോജനാസ് ഒക്കെ നമ്മൾ എന്ത് ചെയ്തു, പെട്ടെന്ന് ഇനിഷ്യേറ്റീവ് ഒക്കെ എടുക്കാനുള്ള പ്രധാന കാരണം ആ ഒരു ഫെയിലിയറിൽ നിന്ന് അല്ലെങ്കിൽ ആ ഒരു ബിറ്റർ എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ പഠനമാണ്. ഹിസ്റ്റോറിക്കലി നമ്മൾ നോക്കുകയാണെങ്കിൽ പലപ്പോഴും നമുക്കിത് കാണാൻ പറ്റും അല്ലേ. ഇപ്പം നമ്മൾ ഇൻഡിപെൻഡൻസ് മൂവ്മെന്റിലൊക്കെ 1857 ഫെയിലിയേഴ്സ്, എന്തുകൊണ്ട് 1857 ഒരു നാഷണൽ മൂവ്മെന്റ് ആയി പിന്നീട് മാറാൻ പറ്റില്ല, അത് ഫെയിലറായി. അതുപോലെ തന്നെ 1905 സ്വദേശി മൂവ്മെന്റ് എന്തുകൊണ്ട് കുറച്ചു കാലം മാത്രം നിന്നു. അത് ഈ കോൺഗ്രസ് സ്പ്ലിറ്റിൽ ഉണ്ടായിരുന്ന ആ ബിറ്റർ എക്സ്പീരിയൻസ് ആണ് പിന്നീട് കോൺഗ്രസിലേക്ക് എന്ത് ചെയ്തില്ല, ഒരു ലാർജ് ആയിട്ടുള്ള ഒരു സ്പ്ലിറ്റ്, സ്വരാജ് പാർട്ടിയൊക്കെ വന്നിട്ടുണ്ടെങ്കിലും ഒരു സ്പ്ലിറ്റ് എന്ന രീതിയിലേക്ക് പിന്നീട് പോവാതിരിക്കാനുള്ള കാരണം പാസ്റ്റ് എക്സ്പീരിയൻസിൽ നിന്ന്, ആ ബിറ്റർ എക്സ്പീരിയൻസ് നമ്മൾ ലേൺ ചെയ്തുകൊണ്ടാണ് നമുക്ക് വേണമെങ്കിൽ പറയാൻ പറ്റും. അതുപോലെ എൻവയോൺമെന്റൽ ഡിസാസ്റ്റർ നിങ്ങൾക്ക് ഭോപ്പാൽ ഗ്യാസ് ട്രാജഡി അല്ലേ, ഭോപ്പാൽ ഗ്യാസ് ട്രാജഡിയിൽ ഉണ്ടായിരുന്ന ഒരു ബാഡ് എക്സ്പീരിയൻസിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്തത്, 1986 എൻവയോൺമെന്റൽ ലോസ് നമ്മൾ കൊണ്ടുവരുന്നു, നമ്മൾ സ്ട്രിഞ്ചന്റ് റൂൾസ് നമ്മൾ കൊണ്ടുവരുന്നു. സോ ഇത്തരത്തിലുള്ള ബാഡ് എക്സ്പീരിയൻസിൽ നിന്ന് നമ്മൾ എന്ത് ചെയ്യുന്നു, അല്ലെങ്കിൽ ഒരു ബിറ്റർ എക്സ്പീരിയൻസ് നമ്മൾ വരുന്നു. ഇപ്പോൾ സോഷ്യൽ ഇഷ്യൂസിലൊക്കെ റിഫോംസ് ഒക്കെ വരാൻ കാരണം, ദളിത് മൂവ്മെന്റ്സ് ഒക്കെ വരാനുള്ള മേജർ റീസൺസ് എന്താണ്, ഈ കാസ്റ്റിസം എന്ന് പറയുന്ന പ്രോബ്ലത്തിന്റെ എക്സ്പീരിയൻസ്, അതിന്റെ പ്രോബ്ലം, ഡിസ്ക്രിമിനേഷൻസിനെ പറ്റി നമ്മൾ പഠിക്കുന്നതിന്റെ ഭാഗമായിട്ടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, ഇത്തരത്തിലുള്ള കാണുന്നു. അപ്പം സഫറിങ്സ് വരുന്ന സമയത്ത് ആ സഫറിങ്ങിൽ നിന്ന് എന്ത് ചെയ്യുന്നു, ഹ്യൂമൻസ് ഹാവ് ദ കേപ്പബിലിറ്റി ടു ലേൺ ഫ്രം ദ സഫറിങ് എന്നുള്ളതാണ്. ആൻഡ് ഈ ഫെയിലിയർ വരുമ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ സക്സസ് എപ്പോഴും ഫാസ്റ്റ് ആയിരിക്കും. ആഫ്റ്റർ ദ ഫെയിലിയർ ടൈം വിൽ ബി സ്ലോ. റിലേറ്റീവ്ലി ടൈം നമുക്ക് സക്സസിന് ശേഷം ഫാസ്റ്റ് ആയിട്ടും ഫെയിലിയറിന് ശേഷം സ്ലോ ആയിട്ടും തോന്നും.
അതെന്താ വെച്ചാൽ നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി. ഇപ്പം നിങ്ങൾ പെട്ടെന്ന് ഒരു വളരെ സക്സസ് ആണ്, പെട്ടെന്ന് സമയം പോയാൽ തോന്നും. നിങ്ങൾ ഫെയിലിയർ ആണെങ്കിൽ ഓരോ ദിവസവും നിങ്ങൾക്ക് വളരെ പതുക്കെ തോന്നും. അതിന്റെ പ്രത്യേകത വെച്ചാൽ ഫെയിൽ ആയിരിക്കുന്ന സമയത്ത് യു വിൽ സ്റ്റാർട്ട് തിങ്കിങ് ലോട്ട് ഓഫ് തിങ്സ്. സക്സസ് ആയിരിക്കുന്ന സമയത്ത് നിങ്ങൾക്ക് ഒരുപാട് കാര്യങ്ങൾ ചിന്തിക്കാനുള്ള സമയം ഉണ്ടാവില്ല. അപ്പോൾ പുതിയ കാര്യങ്ങൾ ചിന്തിക്കുമ്പോൾ നിങ്ങൾക്ക് പുതിയ ഐഡിയാസും നിങ്ങളെ തന്നെ റീഷേപ്പ് ചെയ്യാനും നിങ്ങൾക്ക് പറ്റുമെന്നുള്ളതാണ്. പേഴ്സണൽ ലെവലിലും അല്ലെങ്കിൽ ഹ്യൂമൻ റിലേഷൻഷിപ്പ് രീതിയിലൊക്കെ നോക്കിക്കഴിഞ്ഞ് കഴിഞ്ഞാൽ നമ്മുടെ കരിയറിലും ഹെൽത്തിലും കാര്യത്തിലും ഒക്കെ നമുക്ക് വരുന്നപ്പോഴാണ് നമുക്ക് ഒരു അബദ്ധം പറ്റുന്നു. അല്ലെങ്കിൽ നമ്മൾ ആദ്യം നമ്മുടെ ഹെൽത്തും ഡയറ്റും ഒന്നും മര്യാദയ്ക്ക് നോക്കില്ല. നമുക്കൊരു ബാഡ് എക്സ്പീരിയൻസ് വരുന്നു. ആ എക്സ്പീരിയൻസ് വരുന്ന സമയത്താണ് നമുക്ക് മനസ്സിലാകും നമ്മുടെ ഹെൽത്ത് വീക്കായി. പിന്നീടാണ് നമ്മൾ എന്ത് ചെയ്യുന്നത്, നമ്മുടെ ലൈഫിൽ നമ്മൾ പ്രത്യേകിച്ച് എന്ത് ചെയ്യുന്നു, അതിനകത്ത് പ്രത്യേക കെയറും കാര്യങ്ങളൊക്കെ കൊടുക്കുന്നു. പക്ഷേ ഇതിനകത്ത് എപ്പോഴും നമ്മൾ ശ്രദ്ധിക്കേണ്ടത് വെച്ചാൽ നമ്മൾ ഇതിനകത്ത് പറഞ്ഞു ബാഡ് എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ഒരു ബിറ്റർ എക്സ്പീരിയൻസിൽ നിന്നാണ് ഗ്രോത്ത് വരിക എന്ന് പറഞ്ഞു. ഈ ബിറ്റർ എക്സ്പീരിയൻസ് ആണ് ഏറ്റവും വലിയ ലെസൺ തരുന്നു, അതിൽ നിന്നൊരു ഗ്രോത്ത് വരുന്നു എന്ന് പറയുന്ന ആസ്പെക്ട് പറയുമ്പോൾ എപ്പോഴും അത് ശരിയായിരിക്കും എന്ന് പറയാൻ പറ്റുമോ? ചില സമയത്ത് നമുക്ക് ബാഡ് എക്സ്പീരിയൻസ് വരുന്ന സമയത്ത് അതൊരു വലിയ ട്രോമയിലേക്ക് പോയിട്ട് പിന്നീട് ആളുകൾക്ക് അതിൽ നിന്ന് വരാൻ പറ്റാത്ത സിറ്റുവേഷൻ വരാറില്ലേ? ഇതാണ് ഇതിന്റെ കൗണ്ടർ ആർഗ്യുമെന്റിലേക്ക് നമുക്ക് പോകാൻ പറ്റുന്ന ഏരിയാസ് എന്ന് പറയുന്നത്. ഇപ്പം പോസിറ്റീവ് എക്സ്പീരിയൻസ് തന്നെ വരണം എന്നില്ല നമുക്ക് ഒരിക്കലും, അല്ലെങ്കിൽ ബിറ്റർ എക്സ്പീരിയൻസ് എന്ന് പറയുന്നത് എപ്പോഴും എന്തായിരിക്കണം എന്നില്ല, പോസിറ്റീവ് തന്നെ ആയിരിക്കണം എന്നില്ല. അപ്പം എല്ലാ ലെസൺസും എന്നില്ല പെയിനിൽ നിന്ന് മാത്രം എടുക്കണം എന്ന് നമുക്ക് പറയാൻ പറ്റില്ല. ചില എക്സ്പീരിയൻസ് പോസിറ്റീവ് ആസ്പെക്ട്സിൽ നിന്നും വരാം. എന്തിന് എപ്പോഴും കൈപ്പുള്ള എക്സ്പീരിയൻസ് ഉണ്ടാവണം? മധുരകരമായ എക്സ്പീരിയൻസ് ഒന്നും നമുക്ക് പഠിച്ചൂടെ? ചിലപ്പോൾ ചില സന്തോഷമായ നിമിഷത്തിൽ നിന്ന് നമുക്ക് വലിയ വലിയ പാഠങ്ങൾ കിട്ടിക്കൂടെ? അപ്പം മോശപ്പെട്ട എക്സ്പീരിയൻസിൽ നിന്ന് മാത്രമേ ലെസൺ കിട്ടുള്ളൂ എന്ന് പറയുന്ന വ്യൂ പോയിന്റ് ശരിയാണെന്ന് എസ്സേയിൽ പറയുന്നുണ്ടെങ്കിലും ആ പോയിന്റ് നമുക്ക് കംപ്ലീറ്റ് ആയിട്ട് അംഗീകരിക്കാൻ പറ്റില്ല. അതിന് നമുക്ക് കൗണ്ടർ ചെയ്യാൻ പറ്റും. അപ്പം നമുക്കിവിടെ അറിയേണ്ട കാര്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ഓൾ ലെസൺസ് എന്തായിരിക്കണം, പെയിൻ വേണമെന്നില്ല. പോസിറ്റീവ് എക്സ്പീരിയൻസ് നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, പെയിൻ ഇല്ലാതെ നമുക്ക് പഠിക്കാം. ഇപ്പൊ ഇൻസ്പയർഡ് ആവാം, നമുക്ക് റോൾ മോഡൽസിനെ കണ്ട് ഇൻസ്പയർഡ് ആവാം, സക്സസിൽ നിന്ന് നമുക്ക് ഇൻസ്പയർഡ് ആവാം. ഇപ്പം നമുക്കൊരു കാര്യത്തിനെ പറ്റി ഇപ്പം പഠിക്കണമെന്നുണ്ടെങ്കിൽ നമ്മൾ തന്നെ അത് എക്സ്പീരിയൻസ് ചെയ്യണമെന്നില്ല. ഇപ്പൊ UPSCയിലേക്ക് വരുമ്പോൾ നമ്മൾ പലപ്പോഴും പറയും, ഇപ്പൊ മെന്റേഴ്സായി നമ്മൾ എന്തിനാണ് പല റോങ് ആയ റൂട്ടിലൂടെ നിങ്ങൾ പോകുമ്പോഴും അത് നിങ്ങൾ ചെയ്യല്ലേ എന്ന് പറയുന്ന കാര്യം എന്താണ്? കാരണം ഓൾറെഡി നമ്മൾ എന്ത് ചെയ്തിട്ടുണ്ടാകും, അതേപോലെ പ്രിപ്പറേഷനിൽ അബദ്ധങ്ങൾ ചെയ്തിട്ട് ആ ഒരു ബാഡ് എക്സ്പീരിയൻസ് ഓൾറെഡി അനുഭവിച്ചിട്ടുണ്ടാവും. അപ്പൊ നിങ്ങൾ ഇനി അത് അനുഭവിക്കേണ്ട കാര്യമില്ല. നിങ്ങൾക്ക് എന്ത് ചെയ്യാണ്, നമ്മൾ റൈറ്റ് ഡയറക്ഷൻസ് ആണ് നമ്മൾ ഇതിലൂടെ പ്രൊവൈഡ് ചെയ്യുന്നത്. റൈസപ്പിലൊക്കെ അതാണ് നമ്മുടെ ഉദ്ദേശം തന്നെ. അപ്പം ഓട്ടോമാറ്റിക്കലി നിങ്ങൾ എന്ത് ചെയ്യുന്നു, ഓരോ കാര്യങ്ങളും നമുക്ക് എന്ത് ചെയ്യാം, പോസിറ്റീവായ എക്സ്പീരിയൻസിൽ നിന്നും നമുക്ക് പഠിക്കാൻ പറ്റും, അല്ലെങ്കിൽ മറ്റൊരാളുടെ എക്സ്പീരിയൻസിൽ നിന്ന് നമുക്ക് പഠിക്കാൻ പറ്റും. ഇപ്പൊ രവീന്ദ്രനാഥ് ടാഗോറിന്റെ എക്സാമ്പിൾ നമ്മൾ ഇവിടെ കൊടുത്തു. അദ്ദേഹത്തിന്റെ പോസിറ്റീവ് എക്സ്പീരിയൻസ് ആർട്ടിന്റെ ഒരു ഇൻഫ്ലുവൻസ് എന്നൊക്കെ അയാൾ ഒരുപാട് ചേഞ്ചസ് എന്ത് ചെയ്യുന്നു, അദ്ദേഹം വരുത്തിയിട്ടുണ്ട്. അതേപോലെ തന്നെ വിസ്ഡം എന്ന് പറയുന്നത് നമുക്ക് എപ്പോഴും എന്ത് ചെയ്യണമെന്നില്ല, ഒരു എക്സ്പീരിയൻസ് അല്ലെങ്കിൽ ബിറ്റർ എക്സ്പീരിയൻസ് വേണമെന്നില്ല. ഇപ്പം പ്ലേറ്റോന്റെ ഒക്കെ വിസ്ഡം ഒക്കെ വരുന്നത് കൂടുതലായിട്ട് സോക്രട്ടീസ് എന്ന് പറയുന്ന പ്ലേറ്റോന്റെ ടീച്ചറിന്റെ കൂടെ ഒരുപാട് കാലത്തുള്ള സഹവാസവും അതിനകത്തുള്ള ഇന്ററാക്ഷൻസും കൂടിയാണ്. ഇപ്പൊ ബുദ്ധിസ്റ്റ് ഫിലോസഫിയിലൊക്കെ ബുദ്ധ എന്താണ് ശരിക്കും ചെയ്തിട്ടുള്ളത്, ബുദ്ധയുടെ എക്സ്പീരിയൻസ് ബാക്കിയുള്ള ആളുകളായിട്ട് ഷെയർ ചെയ്ത് ബാക്കിയുള്ള ആളുകളെ എന്ത് ചെയ്യുന്നു, നമ്മൾ എൻലൈറ്റഡ് ആക്കുക എന്നുള്ളതാണ്. ബോധിസത്വ എന്ന് പറഞ്ഞ പ്രിൻസിപ്പിൾ തന്നെ എന്താണ്, എല്ലാവരും ബാഡ് എക്സ്പീരിയൻസിലൂടെ പോകണമെന്നില്ല എന്നുള്ളതാണ്. അപ്പം ഇവിടെ ലെസൺസ് എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ടീച്ചേഴ്സ് നിന്ന് പഠിക്കാൻ പറ്റും, ബുക്സിൽ നിന്ന് പഠിക്കാൻ പറ്റും. ബുക്സ് ആർ ദ സ്റ്റോറീസ് ഓഫ് ഡിഫറെന്റ് പേഴ്സൺസ് എന്ന് നമ്മൾ പറയാറുണ്ട് അല്ലെ. ഓരോ ബുക്കും ഓരോ മനുഷ്യന്റെ കഥയാണ്. അങ്ങനെയാണെങ്കിൽ ഈ ബുക്കുകൾ വായിച്ചാൽ എന്ത് ചെയ്യാൻ പറ്റും, നമുക്ക് ആ എക്സ്പീരിയൻസ് പഠിച്ച് നമുക്ക് ബെറ്റർ ആവാൻ പറ്റും. അതുപോലെ തന്നെ ചില സമയത്ത് എന്ത് ചെയ്യാം, ദർ വിൽ ബി എ കോൺഫ്ലിക്ട് ബിറ്റ്വീൻ ട്രോമ ആൻഡ് ഗ്രോത്ത്. എല്ലാ ബിറ്റർ എക്സ്പീരിയൻസും ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഗ്രോത്തിൽ എത്തണം എന്നില്ല. ചില ബിറ്റർ എക്സ്പീരിയൻസ് എന്താവും, നമ്മളെ ട്രോമയിൽ എന്ത് ചെയ്യും, നമ്മൾ അവിടെ പിന്നീട് ആ ഒരു പർട്ടിക്കുലർ സിറ്റുവേഷനിലേക്ക് നമ്മൾ പോവാതെ എന്ത് ചെയ്യും, നമ്മുടെ ഗ്രോത്തിന് അവിടെ തടയാം. അപ്പോൾ അവിടെയൊക്കെ നമുക്ക് വേണ്ടത് കൂടുതൽ വിസ്ഡമാണ്. അതേപോലെ തന്നെ സോഷ്യൽ ലേണിങ്ങിന്റെ കാര്യം നമുക്ക് പറയാൻ പറ്റും. സൊസൈറ്റി എന്ത് ചെയ്യണം, എന്ത് ചെയ്യണം, നീഡ് നോട്ട് ഓൾവേസ് സഫർ ഫസ്റ്റ് ടു ചേഞ്ച്. എന്തെങ്കിലും സൊസൈറ്റി എന്ത് ചെയ്യണം, ഇപ്പം നമുക്ക് വേറൊരാൾക്ക് ചേഞ്ച് വരുത്തണം എന്നുണ്ടെങ്കിൽ ഓക്കെ, ഇപ്പോൾ വെൽഫെയർ പോളിസി കാര്യങ്ങളൊക്കെ വരുത്തണം എന്നുണ്ടെങ്കിൽ എപ്പോഴും നമ്മൾ തന്നെ എന്ത് ചെയ്യണമെന്നില്ല, ബാഡ് എക്സ്പീരിയൻസിനോട് പോകണമെന്നില്ല. ആ സൊസൈറ്റി ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റും. ഇപ്പോൾ സ്റ്റാർട്ടപ്പ് മിഷൻസ് ഒക്കെ, പണ്ടൊക്കെ ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് ഒറ്റയ്ക്കുള്ള ഒരു പോരാട്ടമായിരുന്നു. ഇന്ന് നിങ്ങൾ ആലോചിച്ച് നോക്കിയാൽ ഒരു സ്റ്റാർട്ടപ്പ് തുടങ്ങുക, ഒരു ബിസിനസ് തുടങ്ങുക എന്ന് പറയുന്നത് ഒരു ഒറ്റയാൾ പോരാട്ടമായിട്ട് കാണാൻ പറ്റുന്നില്ല. സ്റ്റേറ്റ് ഈസ് പ്രൊമോട്ടിങ്, സ്റ്റേറ്റ് ഈസ് ഫെസിലിറ്റേറ്റിംഗ്, സ്റ്റേറ്റ് ഈസ് ഗിവിംഗ് ഫണ്ട്, സ്റ്റേറ്റ് ഈസ് ഗിവിംഗ് ഇൻക്യുബേഷൻ സെന്റേഴ്സ്. ഇതൊക്കെ എന്താണ്, നമ്മൾ ആ ബിറ്റർ എക്സ്പീരിയൻസിലൂടെ പോവാതെ തന്നെ മുന്നോട്ട് പോകാൻ വേണ്ടിയിട്ടും നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, ഫെസിലിറ്റേറ്റ് ചെയ്യാൻ പറ്റുക എന്നുള്ളതാണ് മോഡേൺ സൊസൈറ്റിയുടെ അല്ലെങ്കിൽ ഒരു മോഡേൺ ഡെമോക്രസീന്റെ പ്രിൻസിപ്പിൾസ് എന്ന് പറയുന്നത്. അപ്പോൾ ഈ ഒരു പർട്ടിക്കുലർ ക്വസ്റ്റ്യൻസ് നമ്മൾ ഓൾറെഡി എന്ത് പറഞ്ഞു, നമ്മൾ പറഞ്ഞു ബിറ്റർ എക്സ്പീരിയൻസിലൂടെ പോയി കഴിഞ്ഞാൽ ബെറ്റർ ലേണിംഗ്സ് ഉണ്ടാവും എന്ന് പറഞ്ഞു അല്ലേ. അതേപോലെ തന്നെ നമ്മൾ പറഞ്ഞു ബിറ്റർ എക്സ്പീരിയൻസ് എപ്പോഴും വേണം എന്നില്ല ബെറ്റർ ലേണിംഗിന്. നമുക്ക് പോസിറ്റീവ് എക്സ്പീരിയൻസ് ഒന്നും ലേണിംഗ് തരാം. അതുപോലെ തന്നെ എല്ലാ ബിറ്റർ എക്സ്പീരിയൻസും നമുക്ക് എന്ത് ചെയ്യണം എന്നില്ല, ലേണിംഗ്സ് തരണം എന്നില്ല. അങ്ങനെയാണെന്നുണ്ടെങ്കിൽ നമുക്ക് ഇതിന്റെ കൺക്ലൂഷൻ ആർഗ്യുമെന്റിലേക്ക് എന്ത് എഴുതാൻ പറ്റും, കൺക്ലൂഷൻ
ആർഗ്യുമെന്റിൽ നിങ്ങൾക്ക് എഴുതാൻ പറ്റുന്ന ഒരു കാര്യമാണ്, നിങ്ങൾക്ക് ബിറ്റർ എക്സ്പീരിയൻസ് തന്നെ എപ്പോഴും വേണമെന്നില്ല, പകരം നമുക്ക് എന്ത് ചെയ്യാൻ പറ്റും, എക്സ്പീരിയൻസുകളിൽ നിന്ന് ലേൺ ചെയ്യുക എന്നുള്ളതാണ് ഇമ്പോർട്ടൻസ്. സോ വെദർ എക്സ്പീരിയൻസ് ഈസ് ബിറ്റർ ഓർ പോസിറ്റീവ് ഓർ നെഗറ്റീവ് എക്സ്പീരിയൻസ് ആയിക്കോട്ടെ, ആ എക്സ്പീരിയൻസുകളിൽ നിന്ന് നമ്മൾ ലേൺ ചെയ്യുക എന്നുള്ളത് വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള ഫാക്ടറാണ് എന്ന രീതിയിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും, കൺക്ലൂഡ് ചെയ്യാൻ പറ്റും. അപ്പോൾ എങ്ങനെ അത് ലേൺ ചെയ്യാൻ പറ്റും, ലെസൺസ് എങ്ങനെ നമുക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റും എന്നുള്ള ആസ്പെക്റ്റിലേക്കാണ് നിങ്ങൾക്ക് കൂടുതൽ ഫോക്കസ് ചെയ്യേണ്ടത്. സോ ഹിസ്റ്ററി എന്ത് ചെയ്യുന്നു, നമുക്ക് പല ആളുകളും എന്ത് ചെയ്യുന്നു, നമുക്ക് ഇവിടെ കൺക്ലൂഷൻ ചെയ്തിട്ടുണ്ട്, നമുക്ക് എന്ത് ചെയ്യുന്നു, ഈ ബിറ്റർ എക്സ്പീരിയൻസ് കാര്യങ്ങളൊക്കെ എന്ത് ചെയ്യുന്നുണ്ട്, വൂൺസിനെ എന്ത് ചെയ്യാൻ പറ്റണം, ഈ പെയിൻഫുൾ ആയിട്ടുള്ള വൂൺസിനെ നമുക്ക് സക്സസ് ആയിട്ട് കൺവേർട്ട് ചെയ്യാൻ പറ്റണം. അതുപോലെ തന്നെ എപ്പോഴും വൂൺസ് ഉണ്ടാവണം എന്നില്ല സക്സസിലേക്കും ലേണിങ്സും നടത്താൻ വേണ്ടിയിട്ട്. സോ ഇത്രയും ടോപ്പിക്കുകളായിരുന്നു നമുക്ക് എന്തുണ്ടായിരുന്നത്, സെക്ഷൻ എയിൽ ഉണ്ടായിരുന്നുള്ളത്. 4 essay ആണ് ഉണ്ടായിരുന്നത്. 4 എന്തായിരുന്നു, ഏകദേശം എല്ലാവർക്കും എഴുതാൻ പറ്റുന്ന essay തന്നെയായിരുന്നു. അതിൽ വളരെ സിമ്പിൾ ആയിട്ടുള്ള essay ആണ് 4ാമത്തെ essay എന്ന് പറയുന്നത്. 2ാമത്തെ essay പ്രസന്റ് ഡേ കോണ്ടെക്സ്റ്റിൽ വളരെ റെലവെന്റ് ആണ്. 1ാമത്തെ essay എന്ന് പറയുന്നത് ഇറ്റ്സ് എ ഡിബേറ്റ് ബിറ്റ്വീൻ ട്രൂത്ത് ആയിട്ടുള്ള ഒരു essay ആയിരുന്നു, വിച്ച് ഈസ് ഓൾസോ ക്യാൻ ബി റിട്ടൺ വിത്ത് പ്രസന്റ് കോണ്ടെക്സ്റ്റ് ഒക്കെ. 3rd essay എന്ന് പറയുന്നത് വീണ്ടും തോട്ട് പ്രോസസ് ആയിരുന്നു. അഗെയിൻ ഇറ്റ് വാസ് എ റിപ്പീറ്റഡ് ക്വസ്റ്റ്യൻ ഫ്രം ദി UPSC പാസ്റ്റ് ഇയർ ക്വസ്റ്റ്യൻ പേപ്പർ. സോ ഇതാണ് നമ്മുടെ ഒരു സെക്ഷൻ എയുടെ അനാലിസിസ്. സെക്ഷൻ ബിയുടെ അനാലിസിസ് നമ്മൾ എന്ത് ചെയ്യുന്നുണ്ട്, നെക്സ്റ്റ് പാർട്ടിലാണ് ഉള്ളത്. സോ നിങ്ങൾ എന്ത് ചെയ്യുക, നെക്സ്റ്റ് പാർട്ടിലെ വീഡിയോയിൽ കാണുക. നിങ്ങൾക്ക് ഈ അനാലിസിസ് ഇഷ്ടപ്പെട്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിന് ഷെയർ ചെയ്യുക. അതേപോലെ തന്നെ നിങ്ങളുടെ അഭിപ്രായങ്ങൾ എന്ത് ചെയ്യുക, കമന്റ് ആയിട്ടൊക്കെ ഈ സെഷനിൽ രേഖപ്പെടുത്തുക. ഓക്കെ, താങ്ക് യു സോ മച്ച് ഫോർ വാച്ചിങ്. സെക്ഷൻ ബിയുടെ ലിങ്ക് എടുത്തിട്ട് നിങ്ങൾക്ക് എന്ത് ചെയ്യാം, സെക്ഷൻ ബിന്റെ അനാലിസിസ് കൂടി കാണാൻ പറ്റുന്നതാണ്. സോ താങ്ക് യു സോ മച്ച്.